എല്ലാവർക്കും നമസ്കാരം. ട്രിപ്പിൾ ഡെക്കർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേരല്ലേ? അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഥയും കഥാപാത്രങ്ങളുമായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ട്രിപ്പിൾ ഡെക്കർ എന്നുള്ള മൂവിയുടെ ടീം. സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ ആർട്ടിസ്റ്റുകളാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മനോരമ മാക്സിൽ റിലീസ് ചെയ്ത മൂവിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അവരോട് സംസാരിച്ചാലോ? എല്ലാവരും തന്നെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അഖിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് അഖിലിനോടാട്ടോ ചോദിക്കാനുള്ളത്. ഈ മൂവി അതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയത് ഇതിൻ്റെ പേരാണ്, ട്രിപ്പിൾ ഡെക്കർ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പേര് കണ്ടത്. ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ ശരിക്കും പറഞ്ഞാൽ മൂവി കണ്ട് തീരുന്നവരെ എന്തുകൊണ്ടാണ് ആ പേരിലേക്ക് എത്തിയത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സോ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ ഒരു പേരിൽ എത്തിയത്? അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു യാത്ര, ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഒന്ന് പറയാമോ? ഈ സിനിമയുടെ ഇതുപോലെ തന്നെ എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ കഥ പേര് ട്രിപ്പിൾ ഡെക്കർ എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോൾ തന്നെ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രധാന കഥാപാത്രങ്ങളുടെ മൂന്ന് പേരുടെ യാത്രയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി ശരിക്കും പറഞ്ഞാൽ ഈ കഥയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്പോയിലറാണ്. അത് കൂടുതൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കഥയുടെ ഒരു സംഭവം പോകും. അപ്പോൾ ശരിക്കും ട്രിപ്പിൾ ഡെക്കർ എന്ന പേര് എക്സൈറ്റ്മെന്റ് ആണ് നമുക്കും. കേട്ട സമയത്ത് എനിക്ക് കേട്ട സമയത്ത് അത് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് എത്ര നാളായിട്ടുണ്ടോ? ശരിക്കും ഒരു 2 വർഷം മുന്നേയാണ് ഈ സിനിമയുടെ കഥകൾ ഞാൻ കേട്ടത് ആദ്യമായിട്ട്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ആദിനാണ് എന്നെ ഈ സിനിമയിലോട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു കഥ ഞാനിങ്ങനെ കൃഷ്ണുണ്ണി എന്ന് പറഞ്ഞ പയ്യൻ ഇങ്ങനെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് നീ പോയി ഒന്ന് കേട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പോയി കൃഷ്ണുണ്ണിയെ കണ്ട് സംസാരിക്കുന്നത്. കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ബഡ്ജറ്റ് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി, ഞെട്ടിപ്പോയി അത്. അപ്പം അതിലാണ് കൃഷ്ണനുണ്ണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ ഏറ്റവും കൂടുതൽ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ബാക്ക് ബോൺ. അതെ, അദ്ദേഹത്തിന് ഇപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്തായാലും ഭയങ്കര ഒരു അടിപൊളി പേരായിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ അതാണ് അട്രാക്ട് ചെയ്തത്. താങ്ക്സ് അഖിൽ. ഞാൻ നേരെ നമ്മുടെ സജി സോപാന സാറിലേക്ക് വരികയാണ്. സാറ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. പിന്നെ എനിക്ക് സോപാനത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. സിനിമകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിലേക്ക്, നമ്മുടെ വോൾട്ടർ ചിന്നപ്പൻ എന്നുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിലേക്ക് എത്തുന്നത്, അതിൽ എന്താണ് ഒരു ആകർഷിച്ച ഘടകം? എന്താണ് ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ഒരു എൻ്റെ ഫിഗർ വൈസ് തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടം ഹ്യൂമറാണ്. ഞാൻ പ്രൊഫഷണൽ ഡ്രാമ ഒക്കെ ചെയ്യുമ്പോഴും സോപാനത്തിൽ നിൽക്കുമ്പോഴും സോപാനത്തിൽ നിൽക്കുമ്പോൾ ഹ്യൂമർ എനിക്ക് കിട്ടിയിട്ടില്ല, വളരെ അപൂർവം. ഭഗവത് അജ്ജുകം എന്ന് പറഞ്ഞൊരു നാടകം, ഭവഭൂതിയുടെ സംസ്കൃത നാടകം. അപ്പോൾ അത് വന്നപ്പോഴാണ് സത്യത്തിൽ പിന്നെ എനിക്കൊരു ജീവൻ തിരിച്ചു കിട്ടി. കാരണം പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ ആദ്യം ഈ പറഞ്ഞതുപോലത്തെ എൻ്റെ ഫിഗർ വൈസുള്ള ഒരു ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഗീതാ സലാമിൻ്റെ സമിതിയിൽ ഓച്ചിറ നാടകരംഗത്തിൽ ചെല്ലുമ്പോഴാണ്, അദ്ദേഹം ഒരു കൊമേഡിയനായിരുന്നു, അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് ഒരു ജഗദീഷ് ടൈപ്പ് കോമഡി ചെയ്യാവോ എന്ന് എന്നോട് ചോദിച്ചത്. അന്ന് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് പിന്നെ താടിയൊക്കെ ഉണ്ട്. അന്നത്തെ എൻ്റെ ചെറുപ്പകാലത്ത് ഈ പറഞ്ഞതുപോലെ എൻ്റെ പല്ലിൻ്റെ ഒരു സവിശേഷത, കണ്ണ്, ചെവി, ഇതൊക്കെ ഏതാണ്ടൊരു ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, ആ ഒരു ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സലാമിക്ക എൻ്റെ കൂടെ അത്തരം ഒരു കഥാപാത്രമാണ് ഓഫർ ചെയ്തത്. അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചതൊക്കെ ആ ഒരു ഫ്ലേവറിലുള്ള കഥാപാത്രങ്ങളാണ്. എന്നിട്ട് ഇവിടെ സോപാനത്തിൽ കാവലസാൻ്റെ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ അങ്ങനെ സംസ്കൃത നാടകങ്ങൾ, ഹിന്ദി, മലയാളം നാടകങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരു കോമഡി ബേസ്ഡ് ആയിട്ടുള്ളൊരു അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ പക്ഷേ അല്ലാത്ത ക്യാരക്ടർ വേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് ചെയ്യണം എന്ന്. കാരണം പിന്നെ കഥ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായി. അതിനൊരു കാരണമുണ്ട് ഇതിലേക്ക് വരാൻ. ഭഗവതജു എന്ന് പറഞ്ഞ സംസ്കൃത നാടകം യദു വിജയകൃഷ്ണൻ
വിജയകൃഷ്ണ സാറിൻ്റെ മകൻ ചെയ്തപ്പോൾ അതിൽ യമദൂതൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അന്ന് പിന്നെ ഡയറക്ടർ ക്രൂവിലുണ്ടായിരുന്നതാണ് കൃഷ്ണനുണ്ണി. പക്ഷേ എനിക്ക് കൃഷ്ണനുണ്ണി അന്ന് അത്ര പരിചയമില്ല. ഞാൻ ശ്രദ്ധിച്ചതുമില്ല. സത്യം പറഞ്ഞാൽ 2 ദിവസം എനിക്ക് അതിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6 സീനാണ് ഞാൻ ആ ഭഗവതജ്ജു നാടകത്തിൽ അത് സിനിമയിൽ ചെയ്തത്. പക്ഷെ പുള്ളിയുടെ മനസ്സിൽ കിടന്നു. ആ സിനിമയിൽ എൻ്റെ നോട്ടം, എൻ്റെ കണ്ണ് ഞാൻ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള അതെ അതെ അതാണ് പിന്നെ എനിക്ക് തോന്നുന്നു കൃഷ്ണൻ്റെ മനസ്സിൽ കിടന്നത്. അങ്ങനെ കൃഷ്ണനുണ്ണി ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥ കേൾക്കാവോ എന്ന് പിന്നെ എൻ്റെ കൂടെ ചോദിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കിത് ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹമായി. പിന്നെ കൃഷ്ണനുണ്ണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ 2-3 വർഷം പുള്ളിയുടെ മനസ്സിൽ കിടന്നു. ഫ്രെയിം ടു ഫ്രെയിം പുള്ളിയുടെ മനസ്സിൽ വരച്ചിട്ടിരുന്നു. നമ്മുടെ സുകുമാർ സാറൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് സാറ് ഓരോ പിന്നെ സീനും അതിലെ ഷോട്ടുകളും എല്ലാം സാറ് ഒരു വലിയൊരു ബുക്കിൽ വരയ്ക്കും. എന്നിട്ടാണ് ആ വരച്ചിട്ടിരിക്കുന്ന അതെ അത് വരച്ച് അതുപോലെ ഭരതൻ സാറും അങ്ങനെയാണ്. അപ്പോൾ അതിന് ശേഷം വരയ്ക്കാതെ മനസ്സിൽ വരച്ചിട്ടിരുന്ന ഒരു രീതി. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പല ഇതും ഞാൻ പുള്ളിക്ക് ഇന്നത് വേണം എന്നാവശ്യപ്പെടാൻ അറിയാമായിരുന്നു കൃഷ്ണനുണ്ണി അങ്ങനെ ഓരോ ഫ്രെയിം പുള്ളിയുടെ മനസ്സിൽ വരച്ചിട്ടിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സാറുമായിട്ട് നമ്മുടെ കൃഷ്ണപൂജപ്പുര സാറിനെ ഈ പറഞ്ഞ പോലത്തെ ഒരു ജെൻസി ഈ ഒരു കാഴ്ചപ്പാടുള്ളൊരു ഒരു ടീം അത് കിട്ടിയപ്പോൾ അത് അവർ രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ അതൊരു വലിയൊരു സംഭവമായി. അതാണ് സത്യം. അതാണ് നമ്മളിവിടെ കൃഷ്ണനുണ്ണി സാർ പുള്ളി പണ്ടേ ഹ്യൂമറിന്റെ ആളാണ്, കോളമിസ്റ്റാണ്. നർമ്മം പിന്നെ വാമനപുരം മണിയും പിന്നെ കൃഷ്ണ പൂജപ്പുരി അവർ വാമനപുരം മണിക്കും അതിന്റെ മൂവിയിൽ ആകമാനം നമുക്കൊരു ആനിമേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ നമുക്ക് തോന്നുന്നു ഓക്കെ ഇത് ത്രില്ലറിലായിട്ട് പോവാണ്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൂടെ കോമഡി വരുന്നു, പിന്നെയും ത്രില്ലറിലേക്ക് പോകുന്നു. ആ ഒരു ഇവര് അതാ ഈ പറഞ്ഞതേ, അതായത് സാറിന്റെ ഒരു ഈ പുള്ളി ഹ്യൂമറിന്റെ ആളാണ്. പുള്ളി പണ്ട് പോലെ ഈ കൗമുദിയിലാണ് ഇത് പുള്ളി കോളം ചെയ്തിരുന്നത്. ആ സമയത്ത് പുള്ളിക്ക് ആവശ്യമാണ്. അതിൻ്റെ ആ ഹ്യൂമർ ചോരാതെയുള്ള ആ വര അതിന് പുള്ളി കൂട്ടുപിടിച്ചിരുന്ന വാമനപുരം മണിയെ. അതുപോലെ നമ്മൾ കൃഷ്ണനുണ്ണിയെ സാറിന് കിട്ടിയപ്പോഴത്തേക്ക് സാറ് ഇതുവരെ തുടർന്ന് വന്ന ഒരു ശൈലി ഇന്ന് മാറി. സാറ് ഹിറ്റുകൾ ഉണ്ടാക്കിയതാണ്. സജി സുരേന്ദ്രൻ സാറിന്റെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതില് 3 സിനിമയിൽ കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ ആണ്. അതെ 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 18 സിനിമ എന്തോ സാറ് എഴുതിയില്ലേ? അതെ അതെ 18 സിനിമ എന്തോ സാറ് എഴുതിയിട്ടുണ്ട് പൂജപ്പുര സാറ്. അപ്പോൾ കൃഷ്ണനുണ്ണി കിട്ടിയപ്പോൾ സാറിന് അതൊരു ഭയങ്കര കോമഡി. സജി സാറിന് ഇപ്പം ഇരുതുകൊണ്ട് പറയല്ലോ കേട്ടോ, അതിനകത്തെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോഴേ ആ ഒരു മേക്ക് ഓവർ കാണുമ്പോൾ നമ്മുടെ പല തിലകൻ സാറിന്റെ ഒരു നമ്മുടെ ഈ സിനിമയുടെ ബോഡി ലാംഗ്വേജ് തിയേറ്റർ എക്സ്പീരിയൻസ്. അതെ തീർച്ചയായും ഞാൻ തിലകൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ബിജോയ് നമ്പ്യാരുടെ രാഘു എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് റിഹേഴ്സലൊന്നും നോക്കണ്ട, പോവാന്ന് പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള കട്ടയ്ക്ക് ഡയലോഗ് തന്നപ്പോഴത്തേക്ക് നിർത്ത ഒന്ന് റിഹേഴ്സൽ നോക്കാം. അങ്ങനെ ഒരു സംഭവം അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഈ നമ്മുടെ ഈ ഹാഫ് ടൈം നമ്മുടെ ഇടവേളയ്ക്ക് ശേഷം മുഴുവനും സാറ് കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ സിനിമയെ താങ്ങി പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെയല്ല, എല്ലാവരും ഇതിൽ ഭാഗവാക്കാണ്. എല്ലാവരും അവരുടേതായ വേഷം, കഥാപാത്രം
അതിനോട് വളരെയധികം നീതി പുലർത്തി എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് വരുവാണ്. അടുത്തത് ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സർ, ദിവാകരൻ എന്നുള്ള ക്യാരക്ടറാണ് ശ്രീകുമാർ സാർ ചെയ്തത്. ഒരുപാട് ആഡ് മൂവീസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാളം മൂവീസ് അല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ മൂവിയിൽ സാറിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയട്ടെ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മൂഡ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന ഒരു സംഭവം. സാറിൻ്റെ ആ ഒരു ഡയലോഗിൽ ഞാൻ ഒന്നും പറഞ്ഞ സ്പോയിലേഴ്സ് ഒന്നും പറയണ്ട, അതിൽ പേടിക്കണ്ട കേട്ടോ. പക്ഷെ സാർ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ക്രിയേറ്റ് ചെയ്ത സാറിൻ്റെ ആ ഒരു ക്യാരക്ടർ ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം സാറിന് ആ മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരുപാട് ഉണ്ടാവാം. എനിക്ക് എല്ലാ മൊമെന്റും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കൃഷ്ണനുണ്ണിയുടെ ചിത്രം ഭയങ്കര രസമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു തലത്തിലോട്ട് എത്തുന്ന ഒരു ചെറിയൊരു കുഞ്ഞായിട്ട് കൺസിഡർ ചെയ്യരുത്. 26 വയസ്സുകാരനാണ്. എനിക്ക് +2 കാലഘട്ടം തൊട്ട് കുഞ്ഞിനെ അറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയും പോലെ കൃഷ്ണ പൂജപ്പുര സാറിൻ്റെ ഈ ഹിറ്റ് മേക്കറാണ്. പുള്ളിയുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് കൃഷ്ണനുണ്ണി അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. പുള്ളി ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ജെൻസിയിൽ എങ്ങനെയാണ് പുള്ളി വരുന്നത് എന്ന് വെച്ചാൽ ഹിറ്റുകളുടെ ക്രിയേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ കൂടെ ഒരു സിനിമ എന്നുള്ള ഒരു തലത്തിൽ എത്തിപ്പെടാതെ സിനിമ ആസ്പിരൻ്റ് ആയിട്ട് നിൽക്കുന്ന കൃഷ്ണനുണ്ണി എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യണമെന്ന് കാണാനാണ് എനിക്ക് ആവശ്യമായിരുന്നത്. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഈ കഥ കേൾക്കുന്നത്. ഞാനും അതിലെ പ്രധാന നടനായ അഖിലും കൂടെ ഒരുമിച്ച് പുത്രികണ്ഠം മൈതാനത്തിരുന്നിട്ടാണ് രാത്രി കൊതുകടിയും കൊണ്ടിട്ടാണ് നമ്മുടെ കഥ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ ഒരു 18ഓളം സിനിമ ചെയ്തു. 2025 ബെസ്റ്റ് ആക്ടറിന്റെ സ്പെഷ്യൽ ഒരു മെൻഷൻ ക്രിട്ടിക്സ് അവാർഡ് ഉണ്ടായിരുന്നു. നായകൻ പൃഥ്വി. അതെ, ആമസോണിലും തിയേറ്ററൊക്കെ ഇറങ്ങി. ഇവിടെ പലരും സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ഞാൻ ഇത്തരം സിനിമകൾ ഇപ്പം ചെയ്യാറില്ല. അപ്പം എന്തുകൊണ്ടാണ് കൃഷ്ണനുണ്ണി വിളിക്കുമ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണനുണ്ണിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ അതാണ് കൃഷ്ണനുണ്ണി നാളത്തെ ഇവിടുത്തെ സിൽവർ സ്ക്രീനിൽ ഉറപ്പായിട്ടും അവന്റെ പേര് തെളിഞ്ഞു കാണും എന്നുള്ളതിൽ യാതൊരു സംശയം എനിക്കില്ല. അതിൽ നമ്മളൊക്കെ ഒരു ഭാഗവാക്കാവും എന്നുള്ളതാണ് നമ്മുടെ എന്നിൽ കാണുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. വെച്ചാൽ തീർച്ചയായിട്ടും അഖില് പുതുതായിട്ടായിരിക്കും ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഖിൽ എങ്ങനെയാണ് ഇത് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ നല്ല രസമായിട്ടാണ് അഖില് സ്ക്രീനിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. അഖിലിന്റെ ഒരു കുട്ടിത്തം നിറഞ്ഞ ഒരു ഇത്. അഖില് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ അതോ ജീവിക്കുകയാണോ? ഞാൻ അതിനെ കണ്ടപ്പോഴേ അതിൽ എൻറ്റയർലി ഡിഫറെന്റ്, ഒരു കുഞ്ഞു പയ്യനായിട്ടുള്ള ഒരു എന്ത് ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കിടന്നിട്ടൊക്കെ വന്നേക്കുവാണോ ഞാൻ വിചാരിച്ചു. അല്ല, കാമുകനെ എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാമുകനെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അങ്ങനെ അഖില് വൃത്തിക്കത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കുട്ടികളെല്ലാം അഭിനയിച്ചിരിക്കുന്ന പുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മള് കുറച്ച് അഭിനയിക്കണം, ഒറ്റ ഷോട്ടിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോ അതിന് ക്ഷമയോടുകൂടി കൃഷ്ണനുണ്ണിയോടൊപ്പം നിന്ന് ചെയ്ത സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. കൃഷ്ണനുണ്ണി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് അല്ലല്ല അതെ, അത് എനിക്ക് പ്രശ്നമില്ല, കൃഷ്ണനുണ്ണിക്ക് പ്രശ്നമായിരിക്കും. അല്ല, അത് എനിക്ക് പ്രശ്നമില്ല, കൃഷ്ണനുണ്ണിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കൃഷ്ണനുണ്ണിയുടെ ഗുരുവാണ് ശരിക്കും, മ്യൂസിക് ടീച്ചറാണ്. ഞാൻ മ്യൂസിക് അധ്യാപകനാണ്, സംഗീത അധ്യാപകനാണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തെ +2ന്റെ സമയത്താണ് ഈ കൃഷ്ണനുണ്ണിയെ പരിചയപ്പെടുന്നത്. അപ്പൊ തന്നെ കൃഷ്ണനുണ്ണി +2 സമയത്തിന് 25ഓളം ഷോർട്ട് ഫിലിം ചെയ്ത് ഇനി അത് വയ്യ സാറേ എന്ന് എന്നോട് പറയുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അപ്പൊ ഇനി സിനിമയാണ് പുള്ളിയുടെ ഒരു സിനിമയിൽ, ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഷോർട്ട് മൂവി. അതിൽ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, നല്ലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. 4-5 പേരിലെ ഒരു ക്യാരക്ടർ എനിക്കായിരുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് ഒരു സിനിമ ചെയ്തപ്പോഴും പുള്ളി അങ്ങനെയുള്ള ആൾക്കാരെ, ചെയ്യണമെന്നുള്ള ആൾക്കാരെ മറക്കാതെ വിളിക്കുന്ന ഒരു കക്ഷിയാണ്. ഈ പിന്നെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ, ചേട്ടൻ പറഞ്ഞ പോലെ ഈ സാൻസ്ക്രിറ്റ് നാടകത്തിലും അല്ല സിനിമയിലും എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരു ഷൂട്ടിന്റെ ഇടയിൽ കാല് ആക്സിഡന്റ് ആയിട്ട് കിടപ്പായിരുന്നു. അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. അങ്ങനെ അതെ അതെ, അല്ലല്ല കർണഭാരല്ല, അതെ അതെ, അതിൽ എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു കൃഷ്ണനുണ്ണി പറഞ്ഞിട്ട്. ഹാസ്യപരമായിട്ടുള്ള ഒരു നാടകം അങ്ങനെ ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. അതിലെ ഗുരുവും ശിഷ്യൻ, ഞാൻ അതില് ശിഷ്യനായിരുന്നു. ത്രൂ ഔട്ട് കോമഡിയാ, ശരിക്കും ത്രൂ ഔട്ട് കോമഡി. ഞാൻ ഈ നാടകം ഭഗവദ്ഗീത നാടകം എന്റെ തന്നെ ഗുരു ചിൽഡ്രൻസ് ഡ്രാമയായിട്ട് സ്കൂളിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അറിയാം ഒരു പാറ്റേൺ കാര്യങ്ങളും എങ്ങനെയാണോ അതിനെ അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ കൃഷ്ണനുണ്ണി അപ്പൊ ഇല്ല ഞാൻ ഉണ്ടാവേണ്ടതാണ്. എനിക്കൊരു ആക്സിഡന്റ്, ഷൂട്ടിന്റെ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ കിടപ്പിലായി. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു തിയേറ്ററിക്കൽ വാച്ച് മൂവിയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോയെന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ സംസാരിച്ചതാണ്. അപ്പോൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്ത ഒരു സിനിമയാണ്.
ബഡ്ജറ്റൊന്നും കുറവില്ല, പക്ഷെ ലിമിറ്റഡ് ആയി. അപ്പൊ അതിൻ്റെ ഉള്ളൊരു ഇത് മാത്രമാണ് അതിലുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഇരിക്കുന്ന സഹോദരൻ ഇതിലൊരൊറ്റ വേഷമേ ചെയ്തിട്ടുള്ളൂ. അതെ അതെ, ഞാൻ കണ്ടപ്പോ ഇപ്പൊ എന്റെ കൂടെ വന്നപ്പോഴാണ് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് വന്നത്. അപ്പൊ പുള്ളി പറയുന്ന, ഞാൻ പറഞ്ഞു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും മോശക്കാരല്ലാതെ ഇതിൽ ചെയ്യാൻ പറ്റി, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റിയെടുത്താണ് ഒരു ഡയറക്ടറിന്റെ വിജയം. അവിടെയാണ് കൃഷ്ണനുണ്ണി കയ്യടി നേടുന്നത്. ഞങ്ങള് ഒരു കളിക്കൂട്ടുകാരാണ്. ശരി. ഞാനും അഖിലും ഒരുമിച്ച് നാടകവേദിയിലൂടെ പരിചയപ്പെട്ട സ്കൂൾ ഡ്രാമ, രണ്ട് സ്കൂളിൽ നിന്ന് മത്സരിച്ചിരുന്ന ഡ്രാമകളിൽ എതിരെതിരെ പോരാളികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ശരി. അഖിലിന്റെ ക്യാരക്ടർ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ആള് വന്നിട്ട് ഫുൾ അതെ അതെ അതെ. ഭയങ്കര ആദ്യമായിട്ട് ഒരു വഴിപോക്കിന് ഒരു ഇന്റർവ്യൂല് സാധനം കിട്ടിയ ആദ്യമായിട്ടായിരിക്കും. അതിനപ്പുറം പഴയ ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഓർക്കാറുണ്ട്, ഇപ്പൊ ഒരു കുഞ്ഞു ക്യാരക്ടർ വന്നാൽ കൂടി അത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും. അല്ല, അതിന് ഫുൾ ക്രെഡിറ്റ് കൃഷ്ണുണ്ണിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം കൃഷ്ണുണ്ണി ഒരു അഖിലിനെ വിളിച്ച് പറഞ്ഞിരുന്ന ഒരു ദിവസം ഒരു ആക്ട്രസ് വേണം. അപ്പം അഖിലിൻ്റെ അടുത്ത് പറഞ്ഞ് അഖിലും വലിയ നന്ദി പറയണം, കൃഷ്ണുണ്ണിക്ക് നന്ദി പറയണം. കാരണം ഒരു സിനിമയിൽ ആദ്യമായിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ മോഹം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയ്ക്കും വലിയ ഹാപ്പിനെസ് ആയി. അപ്പം ഞാൻ രാവിലെ വിളിച്ച് നമുക്കൊരു ഷൂട്ടുണ്ട് പോകണം. അപ്പോൾ പറഞ്ഞു കോസ്റ്റ്യൂം എന്തെന്ന് ഒന്നും പറയുന്നില്ല. ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ്, പാൻറ്, ഇതൊക്കെ തന്നെ. അവിടെ എത്തിയപ്പോഴേക്കും ആ കോസ്റ്റ്യൂം അത് നമുക്ക് നമ്മൾ തന്നെ അന്ന് വെച്ചോണ്ടുന്ന ഹെൽമെറ്റ്, ഇവന്റെ ഒരു ടിഫിൻ ബാഗ്, ഒരു ബാഗ്, ഇതാണ് എന്റെ കോസ്റ്റ്യൂം. നടത്തം എല്ലാം ഡിഫറെന്റ് ആയിരുന്നേ. നമുക്ക് തോന്നുന്നു ഭയങ്കര 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 ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള, അത്രയും ഒരു പാവം. അതില് പുള്ളിയുടെ സ്ക്രിപ്റ്റിലും ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ഒരു വഴിപോക്കൻ വരുന്നു, സിനാനോട് സംസാരിക്കുന്നു, പുള്ളി സംസാരിക്കും. ഇത് മാത്രമേ ഡയലോഗ് ഇല്ല. അവിടെ എത്തി കൃഷ്ണുണ്ണി ഒരു ഐഡിയ പറഞ്ഞാ അണ്ണാ ഇതേണ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞാൽ മതി. അവിടെ എത്തി പിന്നെ ഞാൻ അവരും കൂടെ എന്നിട്ട് കൈ തോന്നാൻ ഇട്ട് പറഞ്ഞു, കയ്യിൽ എന്തൊക്കെ തോന്നി അതൊക്കെ ഇട്ട് പറഞ്ഞ് അത് നമ്മൾ എന്തൊക്കെ എടുത്താലും കൃഷ്ണനുണ്ണി അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയുണ്ട്. ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ചില സമയത്ത്. എന്നാലും അതിനെ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് അത്ര മതി എന്നുള്ളത്. അതിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കൃഷ്ണനുണ്ണി ഭയങ്കര. ഞങ്ങൾ രണ്ടുപേരും വില്ലനസ് റോളാണ് ചെയ്തെങ്കിലും പക്ഷെ രണ്ടിലും ഭയങ്കര രണ്ട് വെറൈറ്റിയാ. അതാണ് കാര്യം. കൃഷ്ണനുണ്ണിക്ക് അറിയാം, അവൻ മൈൻഡിൽ ഒരാളെ ഫിക്സ് ചെയ്യും, എന്റെ ക്യാരക്ടർ ഇതാണ് എന്ന് ഫിക്സ് ചെയ്യും. അപ്പം ഞാൻ അന്നത്തെ ഹെൽമെറ്റ് വെച്ച് വന്നപ്പോ തന്നെ പറഞ്ഞു, അവൻ പറഞ്ഞു ചേട്ടാ മതി, ചേട്ടാ ഇതാണ് എനിക്ക് വേണ്ടത്. ചേട്ടാ എനിക്ക് ഫ്രണ്ട്ലിയാണ്. പക്ഷെ പുള്ളിക്കൊരു റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പൊ എന്റെ ക്യാരക്ടർ തന്നെ, എന്റെ മൂഡ് വേരിയേഷൻസ് എനിക്ക് ഇത്തിരി ഓടായിട്ട് തോന്നി, ഇത് ഇത്തിരി ഓവറായിട്ട് തോന്നൂല എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു ഇല്ല, അതാണ് ആദ്യം ഒരു നോർമൽ ഒരാൾ എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ ആ ഒരു ക്വിക്ക് ട്രാൻസിഷൻ സാർ നമ്മൾ ഗ്രാഫ് കൊടുക്കുമല്ലോ. കൃഷ്ണനും പറഞ്ഞാൽ ഇതിന് ഗ്രാഫ് ഇല്ല, ഈ ടപ്പ് മേലോട്ടും താഴോട്ട് കയറിക്കൊണ്ടിരുന്നതാണ്. ശരിക്കും സംവിധായകന്റെ കലയാണ്. സാറ് പറഞ്ഞ പോലെ ടെക്നിക്കൽ കോമ്പണൻസ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടം. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ അഖിലിനോട്. അതിപ്പം വീഡിയോഗ്രാഫി, ലൈക്ക് ഷൂട്ട്, സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റ്സ് ആയാലും, ഇങ്ങനെ ആനിമേഷൻ, വോയിസ് മോഡുലേഷൻ, എന്തായാലും സൗണ്ട് ആയാലും ടെക്നിക്കലി ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്നത്. അത് പുള്ളി തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി എഡിറ്റർ കം സിനിമോട്ടോഗ്രാഫി കം ഡയറക്ടർ കം ആക്ടർ കം. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം പുള്ളിയുടെ അച്ഛനും സിനിമ ഡയറക്ടറാണ്, ആർട്ട് ഡയറക്ടറാണ്. സിനിമാറ്റോഗ്രാഫർ പുള്ളി ആർട്ട് ഡയറക്ടർ മാത്രമല്ല, പുള്ളി ഡയറക്ടറും കൂടെ. പക്ഷെ അച്ഛനോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സിനിമ, മൂന്നാമത്തെ സിനിമ പുള്ളിക്കാരനായിരുന്നു. കൃഷ്ണനുണ്ണിയുടെ അച്ഛനാ കുടുംബ ശ്യാമള. സകുടുംബം ശ്യാമള. ഒരു എന്താ പറയാ, ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലും സ്വന്തമായിട്ടുള്ള. പക്ഷെ അതാണ് ഞാൻ പക്ഷെ അച്ഛനോട് കാണിക്കാറുണ്ടോ, ഞാൻ ഒന്നും ചോദിക്കാറില്ല സാർ. അങ്ങനെ പറയുന്നതാണ് കൃഷ്ണനുണ്ണി. അല്ല, കൃഷ്ണനുണ്ണിക്ക് തനിയായിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റൈലുണ്ട്. സോ ഹീസ് ക്രിയേറ്റിംഗ് ഹിസ് ഓൺ പ്ലാറ്റ്ഫോം. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടിട്ടാണ് പുള്ളി കളിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ അതായത് ഇപ്പൊ അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖില് പുതുതായിട്ട് ഒരു ലീഡ് റോൾ ചെയ്യണം. അതിങ്ങനെ ക്യാരി ചെയ്യുന്നു, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പറ്റണ്ടേ. ഞാനും വെങ്കിയുമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ. ഇങ്ങനെയാണ് നമുക്ക് പരിചയം. സഹിച്ചേട്ടനുമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ റാപ്പ് ഒന്ന്, ഈ മൂന്ന് പേരിലും, ഈ കാണുന്ന സഹിച്ചേട്ടനായാലും വെങ്കി ആയാലും ഞാനായാലും, മൂന്നും വ്യത്യസ്തമായിട്ടുള്ള വില്ലനിസമുള്ള ക്യാരക്ടേഴ്സാണ്. അതിനെ നമ്മൾ മസിൽ പിടിച്ചിരുന്ന് ചെയ്യാൻ അഭിനയിച്ച് ഞാൻ അവിടെ വന്ന് തമാശയാക്കി. പിന്നെ അവൻ ബാക്കി ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി ക്യാമറയുടെ പുറകിലിരുന്ന്. സാറിനെ കൊണ്ട് ഒരു ഫുൾ ലെങ്ത് ഇത് ചെയ്യണം, കോമഡി റോൾ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് അവൻ പറഞ്ഞത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേട്ടൻ പറഞ്ഞ പോലെ കോമഡി ചെയ്യുന്നതിനോടാണ് ഇഷ്ടം. നമുക്ക് വില്ലനിസം ഭയങ്കര പാടാണ്, അത് എളുപ്പമല്ല. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ
അതിൽ ആ തിയേറ്ററിൽ ആ ചിരി വന്നു എന്നുള്ള ആ സ്പോട്ടിൽ അവൻ ചെയ്തിരിക്കുന്ന അത് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ പുള്ളി ചെയ്ത ക്യാരക്ടറുകളും നല്ല രസമായിട്ടാണ് ചില ഏരിയ. നമ്മൾ ഈ സിനിമ ആസ്പിരന്റ് ആയതുകൊണ്ട് സിനിമ കാണും, നമ്മൾ തന്നെ പറഞ്ഞ് എന്റെ സിനിമ ഗംഭീരമായിട്ടുണ്ട്, ഞാൻ ഗിഡിലായിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിനെ കാട്ടി ഔട്ട് ഓഫ് ദ ബോക്സ് ആരെങ്കിലൊക്കെ കാണണം. ഇങ്ങനെയുള്ള സിനിമകൾ കാണണം എന്നാണ് തീർച്ചയായിട്ടും വേറെ ജനം കാണണം. ഇതിലെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിലെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോമഡി ട്രാക്കിന് വേണ്ടി ഒരു ട്രാക്ക് ഇല്ല ചെയ്യില്ല. അതെ അതെ, തിരക്കഥയായിട്ട് മെർജായി പോകുന്നിടത്ത് സ്പോട്ടിൽ ഒരു കോമഡി വരും. നമ്മൾ ഈ ഡാർക്ക് ഹ്യൂമറാണ് അപ്രതീക്ഷിതമായുള്ള സ്ഥലത്ത്. അപ്പൊ നമുക്കതൊരു ഏച്ചു കിട്ടിയ പോലെ ഒന്നും ഇരിക്കത്തില്ല. നമ്മള് ഇതിൽ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റിംഗ് പോയിരിക്കുന്നത്. അല്ല അത് വെങ്കിയുടെ സീക്വൻസ് കാണുമ്പോൾ എന്ത് നട്ടാസ് അവിടെ കിടന്ന് ഭയങ്കര ഓവറാണ് എന്ന് നമുക്ക് തോന്നും നമ്മൾ ഷൂട്ട് കാണുകയാണെങ്കിൽ. പക്ഷെ മൂവിയിൽ വരുമ്പോൾ അത് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അത് അങ്ങനെയാണ് അത് എലിവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പുള്ളിയുടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പൈങ്കിളി അല്ലേ എന്ന് നമുക്ക് ഡയറക്റ്റ് ഫീൽ ചെയ്യും. പക്ഷെ സിനിമയിൽ വരുമ്പോഴേ ഇത് സെറ്റാണ് എന്നുള്ള ഒരു ആ പോയിന്റിൽ എത്തും. ഡയറക്ടേഴ്സ് വിഷൻ കൂടിയാണ്. തീർച്ചയായും സംശയമില്ല. നമുക്ക് കൃഷ്ണനുണ്ണി തരുന്ന ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അതാണ് അത് കോൺഫിഡൻസ് ആണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ ചെയ്ത ബാക്കി ഞാൻ ഏറ്റു എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എനിക്ക് ഇതുവരെയും നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ചെയ്തിട്ട് കിട്ടുന്ന നമുക്കൊരു ഇതുണ്ടല്ലോ, ഫ്രീഡം ഉണ്ടല്ലോ, എന്ത് വേണോ ചെയ്തോ ബാക്കി നമ്മൾ ഏറ്റു എന്ന് പറയുന്നത്. നമ്മൾ ഈ നാടക സ്കൂളിൽ കലോത്സവങ്ങളാണെങ്കിലും ഈ മോണോക്ട് ആണെങ്കിലും നമ്മൾ തട്ടിക്കയറി കളിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്, ഒരു ഇതാണ്, നമുക്ക് ഫ്രീഡം ആണ്. അതുവരെ ഡയറക്റ്റ് നമ്മൾ ചെയ്യും. അതിനകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ, സ്റ്റേജിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലാണ്. അപ്പൊ അതെ അതെ, ഇത് അതുപോലെ നമ്മൾ അഴിച്ചുവിടുകയാണ് ഇതിനകത്ത്. പല ഡയറക്ടേഴ്സും അങ്ങനെ ഇല്ല. നമുക്കൊരു ക്ലോസ് ഫ്രെയിം വെച്ചിട്ട് ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ചേട്ടാ എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. ക്ലോസ് ആണെങ്കിലും വൈഡ് ആണെങ്കിലും മിഡ് ആണെങ്കിലും ചേട്ടൻ ചെയ്തോ ഞാൻ ഏറ്റു. ആ ഒരു കോൺഫിഡൻസ് ആണ്. അത് വേറൊരു കാര്യം, അവൻ തന്നെ അദ്ദേഹം തന്നെ അത് എഡിറ്റ് ചെയ്തോ. അതെ, അത് തീർച്ചയായിട്ടും അതെ, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡയറക്ടറിന് പലപ്പോഴും പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റിംഗ് ടേബിൾ വരുമ്പോൾ ഇത് എങ്ങനെയാവുന്നത് പുള്ളിക്ക് ആ കൺഫ്യൂഷൻ ഇല്ല. കാര്യം പുള്ളിക്ക് അറിയാം ഇതാണ് എഡിറ്റ് എങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് പുള്ളിക്ക് കറക്റ്റ് അറിയാം. ഇത് ഇത്തിരി കൂടി പോയോ, ഇല്ല കറക്റ്റാ സെറ്റാ മനസ്സിൽ വരച്ചിട്ടിരുന്നു. അതായത് അറിയാം. 3 മണിക്കൂറിലധികം പോയി. ഞാൻ ചോദിച്ചു ഇത്രയും ബുദ്ധിമുട്ടിച്ച് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ട്രിം ചെയ്തു. കൂടിയാൽ കുറെ ഉണ്ട്, ഒട്ടും വിചാരിച്ചിട്ടുണ്ടോ? ഒരുപാടൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് തന്നെ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് കറക്റ്റ് നിർത്തണമല്ലോ. മറ്റേ ബാഹുബലി പോലെ 2 പാർട്ടിലും എടുക്കാൻ മാത്രമുള്ള സെറ്റപ്പ് സിനിമയല്ല. ഇപ്പൊ 2 മണിക്കൂർ ബോറടിക്കാതെ. പിന്നെ അതുമല്ല, ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ പൂജപ്പരയിൽ നമുക്കൊരു ഭയങ്കര ഒരു സാംസ്കാരിക കേന്ദ്രമാണ് പൂജപ്പര എന്ന് പറയുന്നത്. അതെ, അതിനേക്കാൾ ഉപരി ഒരു ലെജൻഡ് ഉള്ള സ്ഥലമാണ് പൂജപ്പര. മുടമ്പോളം എന്ന് പറഞ്ഞ മോഹൻലാല് അദ്ദേഹം ജനിച്ച് ജീവിച്ച സ്ഥലമാണ്. അവിടെ നിന്നിട്ട് വീണ്ടും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരികയാണ്. അത് കാണുക തന്നെ വേണം. അത്രയും നല്ല കാലിബറുള്ള ഒരാള് അവിടെ നിന്ന് വരുന്നെന്നുള്ളത് നമ്മളെ കാഴ്ചക്കാർ കാണണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാം. ഇത് കൃഷ്ണനുണ്ണിയോടുള്ള ഇഷ്ടവും പ്രണയവും കൊണ്ടൊന്നും അല്ല പറയുന്നത്. നാളെ സിനിമ വിളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അവിടെ നിന്നുണ്ടാവുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്റ്റഫ് പൂജപ്പുര കലാകാരന്മാരുടെ കേന്ദ്രമാണ്, ഒരു കേന്ദ്രമാണ്. അതെ അതെ. അവിടെ ഈ പറഞ്ഞതുപോലെ കൃഷ്ണന്റെ അച്ഛനും അതല്ല, ഇപ്പൊ അത് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു അതിപ്പോ കാണാന്ന് വെച്ചാൽ പുള്ളി ഒരു സിനിമ പിടിച്ചതുകൊണ്ടല്ല, അങ്ങനെയല്ല. പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് എത്രയാന്ന് നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന ഷോർട്ട് ഫിലിം ആയിരിക്കും. അതിൽ ഫുൾ ലെങ്ത് എന്റർടൈനിങ് ആയിട്ടൊരു മൂവി എടുത്ത് 4K ഔട്ട്പുട്ടിൽ തിയേറ്ററിൽ വരെ കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെറുതായൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അകത്തുനിന്ന് ശരിക്കും അപ്കമിങ് ഫിലിം മേക്കേഴ്സ് പഠിക്കേണ്ടത്. നമുക്ക് സാറിന് പറയുന്ന ബഡ്ജറ്റിൽ എനിക്ക് ആ ആഗ്രഹം ഗിവൺ സർട്ടൺ ബഡ്ജറ്റിൽ പുള്ളി ഇത്രയും മനോഹരമായിട്ട് എടുക്കുവാണെങ്കിൽ, പുള്ളിക്ക് നല്ല ബഡ്ജറ്റ് കൊടുക്കുവാണെങ്കിൽ ഇനിയും ഗംഭീരമായിട്ട് എടുക്കാൻ പറ്റും. ചില സിനിമകളാണെങ്കിൽ ബഡ്ജറ്റ് ചുരുക്കാൻ വരുമ്പോഴേക്കും ഒരു പ്ലേസിൽ മാത്രം ഒതുങ്ങിപ്പോകും. ഒറ്റ ഒരു റൂമോ ഒരു വീടോ ഒതുങ്ങിപ്പോകും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ 70ഓളം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. 70ഓളം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അത്രയും വൈഡ് ഏരിയ വരുന്നുണ്ട്. ലൊക്കേഷൻ നല്ല മനോഹരമായിട്ട് വ്യത്യസ്തം. അതും ഏറ്റവും മനോഹരമായ ലൊക്കേഷൻ. ഏരിയൽ ഷോട്ടൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു കാഴ്ചയിൽ ഒരു ബോറടിക്കില്ല. നമുക്ക് ഈ പുള്ളി പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ലിമിറ്റഡ് ബഡ്ജറ്റാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ, ഒരു റൂമിന്റെ അകത്ത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് ബഡ്ജറ്റിനെ
എലവേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു വലിയൊരു ക്യാൻവാസിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യം. അത് കറക്റ്റായിട്ട് ചെയ്തത്. ഇപ്പൊ ചേട്ടനെ കാണിക്കുമ്പോൾ ചേട്ടന്റെ ഒരു സങ്കേതം കാണിക്കുന്ന ഏരിയ നല്ല രസമായിട്ട് ഒരു ഭയങ്കര സിനിമാറ്റിക് മൂഡിലാണ് അത് കാണിച്ചിരുന്നത്. പുള്ളിയെ കാണിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ചില സീക്വൻസ് ഇതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. സിംഗപ്പൂർ അത് കൃഷ്ണനുണ്ണിയുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അവർ കൂടെ പഠിച്ചവരും. ആ ഫ്രണ്ട് സർക്കിള് അറ്റാച്ച് ചെയ്ത് നിൽക്കണം. നമ്മളിപ്പോ ഒരു സിനിമ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ആരും നിൽക്കണമെന്നില്ല. സിനിമയ്ക്ക് ആരെയും വേണ്ട, നമുക്കാണ് സിനിമ വേണ്ടത്. അതാണ് എപ്പോഴും ഓർക്കേണ്ടത് തീർച്ചയായിട്ടും. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ വേണം. നീ ഇല്ലെങ്കിൽ നാളെ വേറെയുള്ള ഒരുപാട് പേര് ക്യൂവിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത് നമുക്കിങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും. നന്നായി അത് ചെയ്യാം. അതെ, അതിനു വേണ്ടിയിട്ട് കൃഷ്ണനോട് കൂടെ നിന്നവരാണ് ഈ പറയുന്ന എല്ലാവരും. ടെക്നീഷ്യൻസ്. ഇപ്പൊ ആർട്ടിസ്റ്റ് ഇപ്പൊ നമ്മൾ ടെക്നീഷ്യൻസിന് അവർ സമ്മതിക്കണം. ഇപ്പൊ ഓരോ സമയത്ത് ഓരോ ടെക്നീഷ്യൻസ് അവൈലബിൾ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. ക്യാമറമാനും ലൈറ്റ് കൊണ്ടുവന്ന ആളും എല്ലാവരും. പ്രസിദ്ധ് ഇത് ഷൂട്ടിന് എത്ര സമയം, എത്ര നാൾ എടുത്തിട്ടുണ്ട്? ഒരു വർഷം, ഒരു 6-7 മാസം. അതെ, ഈ ബഡ്ജറ്റിൽ ഒന്നെങ്കിൽ ആർട്ടിസ്റ്റ് അവൈലബിൾ ആയിരിക്കുമ്പോൾ ക്യാമറമാൻ അവൈലബിൾ ആയിരിക്കില്ല. ക്യാമറമാൻ അവിടെ അവൈലബിൾ ആയിരിക്കും, ലൊക്കേഷൻ അവൈലബിൾ ആയിരിക്കില്ല. അത് ഈശ്വര മഴ സംസാരിച്ച് പറക്കി നമ്മുടെ കൃഷ്ണനെ എടുക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും കൃഷ്ണനുണ്ണി ഒരു ഭയങ്കര ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിനകത്ത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈഗോ പരിപാടികൾ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ സാധാരണ അല്ല, സിനിമയല്ല നോർമലി പക്ഷെ ആ സമയത്ത് ഈ കൃഷ്ണനുണ്ണി ഇവരുടെ അടുത്ത് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയത്ത് ക്യാമറ അവൈലബിൾ ആയിരിക്കുമ്പോൾ ലൊക്കേഷൻ പ്രശ്നം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും. പക്ഷെ ആ സമയത്ത് വേറൊരു ക്യാമറ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് 2 ക്യാമറമാനാണ്, 2 പേരാണ്. അതിൽ ഒരാള് മിഥുൻ മോഹൻ ആണ്, ഒരാള് ആദിൽ, പിന്നെ 2 അഡീഷണൽ ക്യാമറ പിന്നെ ഒരാള് പ്രസിദ്ധാണ്, പിന്നെ ബ്രഹ്മദത്തൻ. ഇപ്പൊ 4 പേരും കൂടെ സഹകരിച്ചിട്ടാണ് ഈ സിനിമ കറക്റ്റ് ആയിട്ട് എല്ലാ ആർട്ടിസ്റ്റുകൾ വരുമ്പോ ഇവര് ഒരാളില്ലെങ്കിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഇതിനെ സിനിമ സംഭവിക്കും. അതെ, സിനിമ സംഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു വാശിയുണ്ട്. ആരും ഇല്ലെങ്കിൽ കൃഷ്ണനുണ്ണിയുടെ അതെ അതെ പുള്ളി ഞാൻ ഡയറക്ഷനും ക്യാമറയും കൂടെ ചെയ്യാം. അതെ, ഭയങ്കര ഒരു റിസ്കി ആണ്. ശരിക്കും ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചതാണ്. അല്ല, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ പറയും പോലെ ഈ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ ആർട്ടിസ്റ്റ് അല്ല നമ്മളെ. പക്ഷെ എല്ലാവർക്കും നോട്ടീസ് ചെയ്യപ്പെടുന്ന തരത്തിൽ നമ്മളിപ്പോ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പ്രൂവ് ചെയ്തതാണ്. അല്ല, നമ്മളെ അറിയാം, ആൾക്കാർക്ക് അറിയാം. അപ്പൊ നമ്മളെയൊക്കെ കുറെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രശ്നം ഒന്ന്, ഈ ഇത്തരം ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സഹിച്ചേണ്ട സമയത്തിന് എനിക്ക് പറ്റണം എന്നില്ല, എന്റെ സമയത്തിന് വെങ്കിക്ക് പറ്റണം എന്നില്ല, അഖിലിന് പറ്റണമെന്നില്ല. ചിലപ്പോ അഖില് നിൽക്കും, എന്താ വെച്ചാൽ അഖില് ഫുൾ ടൈം ഇതിന്റെ നായകനാണ്, നിന്നേ പറ്റും. അങ്ങനെ ഇതിലൊരു പക്ഷെ എന്നിട്ടും പുള്ളി വളരെ സംയമനം പാലിച്ച് അത് കോർഡിനേറ്ററും കൂടെ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധി. ഞങ്ങള് ഒരു സിനിമ ത്രൂ ഔട്ട് ഞാൻ അഭിനയിച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നു എത്ര പേരുടെ ഈഗോ കാണണമെന്നറിയാമോ. നമുക്ക് കാരവാൻ ഇല്ല, ഒന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. ആവശ്യമുള്ളവർ അപ്പൊ എന്തുമാത്രം ഇതായിരിക്കും ഇതിന്റെ മേളിലുള്ളൊരു ഈഗോ പോകുന്ന രീതി സംഭവിക്കുന്നതാണ്. കാരണം എല്ലാവരിലും ഇതുണ്ടല്ലോ, കാരണം ആ ഒരു സംഭവം വരും. പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഹ്യൂമൻ എന്ന് പറയാൻ കാരണം കൃഷ്ണനുണ്ണി അങ്ങനെ ചുമ്മാ എടുത്തവനെ പുകഴ്ത്തുന്നതല്ല. ഇതിന്റെ ഇടയിൽ ഷൂട്ട് തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടറിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരെയാണ്, എല്ലാവരുടെയും സംഭവം വേണം. അപ്പം കൃഷ്ണനുണ്ണി പറഞ്ഞു, ചേട്ടാ മാക്സിമം ഓക്കെ ആവുന്ന സമയത്ത് അടുത്ത് ഷൂട്ട് ചെയ്യാം, ഞാൻ ബാക്കി എല്ലാവരെയും എടുത്തിട്ട് വരാം. അപ്പൊ അവൻ അവിടെ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് 2 മാസം എന്ന് പറയുന്നത് 2 ആഴ്ച എന്റെ വളരെ കുറച്ചേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ അവൻ എന്നെ, ചേട്ടാ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം, ചേട്ടാ എന്തായാലും ഓക്കെ ആയിട്ടിരിക്കും എന്ന് അവന് വേണമെങ്കിൽ. അല്ല, അതെ, കാരണം ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. കാരണം ഇത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടാണ് 25 ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ ക്രിട്ടിക്കലി ഭയങ്കര അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രഷറിൽ ഇരിക്കുന്ന സമയത്താണ് അപ്പൊ അങ്ങനെ നായകന്റെ അച്ഛൻ മരണപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നു, ബാക്കിയെല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാവരെയും ഞാൻ എടുത്തിട്ട് വരാം, ചേട്ടാപ്പഴേക്ക് ഓക്കെ ആയിരിക്കും, നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞില്ല, സഞ്ചയനം കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ തുടങ്ങാം, കുഴപ്പമില്ല. അതില്ല ചേട്ടാ, വേണ്ട, സഞ്ചയനം കഴിഞ്ഞ് 16 കഴിഞ്ഞ് സമാധാനം ചേട്ടാ ഓക്കെ ആണെന്ന് ഞാൻ വിളിച്ചോളാം എന്ന് പറയും. അത് ഭയങ്കര ഇതാണ് സിനിമ എന്തൊക്കെ ചെയ്താലും, സിനിമ എന്ത് ആർട്ട് ചെയ്താലും, പക്ഷെ ഈ ഒരു വേണമല്ലോ നമുക്ക് മനുഷ്യനായി കാണുക. ഇതിപ്പം ഈ കൃഷ്ണനുടെ തീർച്ചയായും. അത് മാത്രമല്ല, ഈ ഇതിന്റെ അകത്ത് നായികയായിട്ട് അഭിനയിച്ച നമ്മുടെ
വൈഷ്ണവി. അതെ. ഗൗരി രണ്ടുപേരല്ലേ? ആ, വൈഷ്ണവി ഗൗരി. അതില് വൈഷ്ണവിയാണ് ഇതിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ. അതെ, എന്റെ പേരായിട്ട് അഭിനയിച്ചു. അതിനു വേണ്ടി പഠിച്ചു പുള്ളിക്കാരി. അതെ. അതായത് ഈ എസ്പെഷ്യലി മറ്റേ ഈ ബ്ലഡ് അതുപോലത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം പുള്ളിക്കാരി. അപ്പം ക്യാമറയ്ക്ക് മുമ്പ് അഭിനയിക്കും, ഇപ്പുറത്തൊന്ന് മേക്കപ്പ് ചെയ്യും, വീണ്ടും ക്യാമറയ്ക്ക് മുമ്പ് അഭിനയിക്കും, ഇപ്പുറത്തൊന്ന് മേക്കപ്പ്. അപ്പൊ ഭയങ്കര dedicated ആണ്. ഡെഡിക്കേഷനും ഇവർക്കെല്ലാം കൂടെ നിന്നു, എല്ലാവരും കൂടെ നിന്നു കേട്ടോ. അസോസിയേറ്റഡ് ആണ് കേട്ടോ സിനിമയിലെ അസോസിയേറ്റ്. വൈഷ്ണവി വൈഷ്ണവി അസോസിയേറ്റ് ആണ്. പുള്ളിക്കാരി അത് കൂടി ഇപ്പൊ വേറെ വർക്കുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അതായത് ആക്ടിങ് അല്ല, ഷീ ഈസ് മോർ പാഷനേറ്റ് ഇൻ ഡയറക്ഷൻ ആണ്, റൈറ്റർ ആണ്, ഡയറക്ടർ ആണ്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ വർക്ക് ചെയ്യും. ഇപ്പൊ ഒരു ഷൂട്ടിലാണ്, അതാണ് ഇവിടെ കാണാൻ ഞാൻ പറ്റുന്നത്. പറയാൻ വരുമായിരുന്നു, രണ്ട് വിമൻ ക്യാരക്ടേഴ്സ് രണ്ടുപേരും ഭയങ്കര രസമായിട്ട് അഭിനയിച്ചു. തീർച്ചയായിട്ടും. ഒരുപാട് വിമൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ എടുത്ത അവരെ രണ്ടുപേരും പറഞ്ഞതേ ഉള്ളൂ. പുള്ളിക്കാരി ഒത്തിരി പടത്തില് ഗൗരിയും ഗൗരി അതെ, സംഭവം ഗൗരിയും ഒരു ഡയറക്ടറാണ്. എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റും കൂടെ. വലിയ വർക്കുകൾ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഈ കൃഷാന്തിന്റെ ഈ നാടക സംഘം എന്ന് പറഞ്ഞ സംഭവം നാടക സംഘം, നല്ലൊരു ക്യാരക്ടറൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ടുള്ള. ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് കൂടെ അവർ രണ്ടുപേരും എല്ലാ കട്ടയ്ക്ക് നിൽക്കുവാണ്. അതെ. ആ എൻറ്റയർ മൂവി അതെ, സാറിന്റെ കൂടെ ഒക്കെ കട്ടൊക്കെ അഭിനയിക്കും. അപ്പം ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, വരാൻ പറ്റിയില്ല അതെ എന്നുള്ളത്. അതെ, ചെറിയ തിരക്കുകളും കാരണം അടുത്ത പരിപാടികൾ വരും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാണാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഞാൻ ഇത്രയും നേരം സാറിലേക്ക് എത്തിയില്ല. വലിയ കഥയൊന്നും ഇല്ല. ആക്ച്വലി വലിയ കഥയുണ്ട്. കാര്യം മലയാളം, തമിഴ്, തെലുങ്ക് സീരീസുകള്, സീരിയൽസ് ഞങ്ങൾ എടുത്തു നോക്കിയപ്പോ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുക. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മുടെ നടൻ നെപ്പോളിയന്റെ ഒരു കട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ദേവസ്വം എടുത്ത് വെച്ച് നോക്കിയ ഫോട്ടോ ശരിയാണ്. ഇവിടെ ഒരു ഞാൻ സാറിന്റെ തെലുങ്കൻ സാറിന്റെ പറഞ്ഞ പോലെ തന്നെ ഈ മൂവിയിൽ എനിക്ക് തോന്നിയ ഒരു ഫാക്ടർ അതാണ്, എക്സ്പെഷ്യലി ടുവേർഡ്സ് എൻഡ് ടോട്ടൽ വയലൻസിലേക്ക് സിറ്റുവേഷൻ. അല്ല, എന്റെ ബേസിക്കലി ഞാൻ ആക്ച്വലി ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാനൊരു നമുക്ക് സം പോയിന്റ് എൻ്റെ ഒരു പാഷനാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ആക്ടിങ് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടുവരണം. സം പോയിന്റ് എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് കുറേ സിനിമകളും വെബ് സീരീസും തമിഴിലും മലയാളവും ഒക്കെ അഭിനയിച്ച് അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ കൃഷ്ണണ്ണയുടെ കേസിൽ ഈ പറഞ്ഞ പോലെ ഇവർ പറഞ്ഞ പോലെ വിളിച്ച് കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് വന്നതൊന്നുമല്ല. എല്ലാം സെറ്റ് ചെയ്ത് ഇവരെല്ലാം ടീമായിട്ട് എൻ്റെ അടുത്ത് ഉമ്മ വിളിച്ച് പറഞ്ഞു അങ്ങ് വന്നാൽ മതി, കൃഷ്ണപ്പച്ചിയുടെ വീട്ടിലോട്ട് വന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ അന്നാണ് ഇവരെല്ലാം കാണുന്നത്. ആദ്യം സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു ഒരു ക്യാരക്ടർ ഉണ്ട്, അങ്ങ് പോന്നാൽ മതി. അപ്പൊ ഞാൻ കൃഷ്ണണ്ണി എന്താ ക്യാരക്ടർ എന്താ അത് അവിടെ വെച്ച് പറയാം. അപ്പൊ ഞങ്ങളെല്ലാം വിളിച്ചു വന്നു. അപ്പൊ എല്ലാവർക്കും ക്യാരക്ടറെ എല്ലാവരും പറഞ്ഞു ഗംഭീര സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ ഞാൻ മാത്രം പൊട്ടനെ ഓ ആണോ എനിക്ക് ഓർമ്മയുണ്ട് സാറ് എന്റെ അടുത്ത് ക്യാരക്ടർ ഞാൻ ചോദിച്ചു ശരിക്കും എന്താ കഥ, എന്താ ക്യാരക്ടർ എന്താ അതൊക്കെ പറയാം. സമയം എടുക്കും. അപ്പൊ അരി എല്ലാവരും പറഞ്ഞ എല്ലാവരും സെറ്റാണ്, ഞാൻ മാത്രം രണ്ട്. പിന്നെ അത് അന്നും പറഞ്ഞില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചോദിച്ചു ഡയലോഗ്സും അറിയത്തില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ കൃഷ്ണമണി ശരിക്കും എന്താണ് എൻ്റെ ഒരു ക്യാരക്ടർ? ഞാൻ പറയുന്നുണ്ട്, ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട്. പിന്നെയും ഇവൻ പറയുന്നില്ല. അവസാനം എനിക്ക് ടെൻഷൻ, അയ്യോ ഒന്ന് പറഞ്ഞു എന്താ സംഭവം എന്ന് പറഞ്ഞു. അപ്പം ഫോണിൽ പറഞ്ഞു വളരെ സിമ്പിൾ ആണ്, കുറച്ച് സൈക്കോ ആയിട്ടുള്ള ഒരു വയലിൻ്റെ നിങ്ങൾ അത് മതി, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇത്രയും പറഞ്ഞുള്ളൂ. എനിക്ക് എപ്പോഴും കഥ അറിയത്തില്ല. ഈ പടം കണ്ടപ്പോഴാണ് ഓ ഇതാണ് ഇതിന്റെ സത്യമായിട്ട് പറയാം. സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ മൊത്തം കഥ അറിയുന്നത്. അതുവരെ ഷോർട്ട് ചെല്ലും, ഇത് പുള്ളി അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത്രയും കോൺഫിഡൻസ്. അതെ, അതാ പറഞ്ഞേ, പുള്ളിയുടെ മനസ്സിൽ ഫുൾ സിനിമ ഉണ്ടായിരുന്നു, വരച്ചിട്ടിരുന്നു. അപ്പൊ കഥ അറിയാതെ ആട്ടം കണ്ട ഏക വ്യക്തിയാണ് ഞാൻ. അല്ല, മൻസൂറിക്ക എന്നുള്ള ക്യാരക്ടർ അത് അടിപൊളിയായി. എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും പവർഫുൾ ആണ്. വേറൊരു ക്യാരക്ടർ അത് കൊള്ളായിരുന്നു, അത് ചെയ്താൽ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയിരുന്നോ? എനിക്ക് ഇതിന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. സ്വാപ്പ് ചെയ്യണം, ഓക്കെ അത് ഞാൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് തരാം എന്നുണ്ടെങ്കിൽ. സ്പോണ്ടേനിയസ് കോമഡി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ ഈ വില്ലനസ് റോളിന്റെ ഇടയ്ക്ക് കോമഡി കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി സംഭവം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ നമുക്കൊരു അറിയാം സ്റ്റാൻഡേർഡ് വില്ലൻ, അത്തരം ക്യാരക്ടറെ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കോമഡി കലർന്നൊരു വില്ലൻ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനം. അദ്ദേഹം അത് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും ഈ ഇദ്ദേഹം ചെയ്ത ചെറിയൊരു ക്യാരക്ടറാണ്. വന്നിട്ട് ആ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ എന്താ പറയുന്നത് ഒരു സിനിമയ്ക്ക് അമീർ ഖാൻ ഹെൽമെറ്റ് വെച്ചിട്ട് നടക്കത്തില്ല പടം മുഴുവൻ, അതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട്. ബേസിക്കലി എനിക്ക് എന്നെ തേടി വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ പോലീസ്, അല്ലെ ഗുണ്ട, അല്ലെ പട്ടാളം, ഗുണ്ട, പോലീസ്, ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഈ കോമഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കാൻ. ഇനി ഒരെണ്ണത്തിൽ വരുന്നുണ്ട്, നോക്കാം. രക്ഷപ്പെടും. സാറിന്റെ ക്യാരക്ടറോടാണ് ആ ഒരു സംഭവം തോന്നിയത്. താങ്ക് യു വെരി മച്ച്. അല്ല, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് അത്
ഇച്ചിരി ഒരു ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ക്യാരക്ടർ അവൻ പറഞ്ഞിടത്തോളം നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനതിനെ ഉൾട്ടയാക്കി എന്നുള്ളതാണ്. അങ്ങനെ കമിഴ്ത്തി ഞാൻ തമാശ അതിനെ കലർത്തി. അതിന് 2 സീക്വൻസ് ആയിട്ടാണ് എടുത്തത് കൃഷ്ണനുണ്ണി. ആ ഷോട്ട് എടുത്ത് സാർ ഇനി ഇതിന്റെ വേറൊരു സീക്വൻസ് എടുക്കാം എന്ന് പറഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇച്ചിരി കൂടെ ഭയങ്കരമായിട്ട് ഇത് മാറിയാനെ, കംപ്ലീറ്റ് കളർ അങ്ങ് മാറിയാനെ. പക്ഷേ ഈ സിനിമ ഈ പറഞ്ഞ പോലെ 3 മണിക്കൂറോളം എടുത്തൊരു സിനിമയാണ്. കൊച്ചു ബഡ്ജറ്റിൽ 3 മണിക്കൂർ എടുത്തിന് വെട്ടി 2:05 2:10 ആക്കി എന്നുള്ളതാണ്. അപ്പൊ അതില് കത്തിരി ഒരുപാട് കയറിയിട്ടുണ്ട്. പക്ഷേ കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ നല്ല സീക്വൻസുകൾ ഉണ്ടായിരുന്നു. അത് ചെയ്താൽ ഫലിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇടാൻ പറ്റാത്ത പേരൊന്നുമല്ല, അവൻ അതെല്ലാം ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങോട്ട് ഒത്തു പോകൂല എല്ലാം കൂടെ. അതെ തീർച്ചയായിട്ടും പറഞ്ഞില്ല, കൃഷ്ണനുണ്ണിക്ക് ഒരു ധാരണയുണ്ട് മൊത്തത്തിൽ. ഇത്രയും കാണിച്ച പടം അത്രേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടേഴ്സിന് അതിനൊരു സ്പേസ് കൊടുക്കണമല്ലോ. അപ്പം തീർച്ചയായിട്ടും അപ്പൊ എല്ലാരും ഇൻക്ലൂഡ് ചെയ്യുന്നു, അവർക്കെല്ലാം അതെ കറക്റ്റ് ആയിട്ട് അളന്ന് കുറിച്ച് എല്ലാവർക്കും അതായതായിട്ടുള്ള പ്രോമിനൻസിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമുക്കൊക്കെ കുറച്ച് നല്ല പരിപാടി കിട്ടിയത് നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കൃഷ്ണുണ്ണി അത് മാത്രമല്ല, ഇതിപ്പോ എന്നെ പോലെ ചെറിയ ക്യാരക്ടേഴ്സ് നിറയെ വരുന്നുണ്ട്. ചെറിയൊരു ബംഗാളി ക്യാരക്ടർ ആയാലും ചെറിയ മീനോട്ട് ക്യാരക്ടർ, ഇവിടേക്ക് ചെറിയ. ഇതിൽ ഏറ്റവും കൂടുതൽ അഖിലിന് ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അഖില് തന്നെ നിറയെ പയ്യന്മാരെ ഇതിനകത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. എന്നെ പോലെ അവന്റെ കൂട്ടുകാരെ 2 പേരെ കൂടുതൽ അഭിനയിച്ചു. കാരണം അവൻ രക്ഷപ്പെടുകയാണ്, അവനൊരു സിനിമ ചെയ്തു, അവൻ രക്ഷപ്പെടുകയാണ് എന്ന് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി. അല്ലാതെ ഞങ്ങളുടെ കുറെ കൂട്ടുകാരെ സെറ്റ് കുറെ പേരെ അഭിനയിപ്പിച്ചിരുന്നു. ഏറ്റവും സക്സസ്ഫുൾ ആവുന്ന എല്ലാ ഒരു മൂവീസും ഇനിയാണെങ്കിലും ഇനി ഫ്യൂച്ചറിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു സുഹൃത്ബന്ധമാണ്. തീർച്ചയായിട്ടും അല്ല അതെ ഈ അതായത് പിന്നെ ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് ആർട്ട് അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ ഇത്രയും നല്ല എന്ന് പറഞ്ഞാൽ അതിൽ കളങ്കമില്ലാത്തൊരു ഒരു മനസ്സോടുകൂടി നിൽക്കുക, ഒറ്റ മനസ്സോടുകൂടി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഗ്രൂപ്പ് ആർട്ട് വിജയിക്കൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അത് പിന്നെ കൃഷ്ണ പൂജപ്രസാദ് സാറ് മുതൽ ഇങ്ങോട്ട് സാറിൻ്റെ ഒരു സാമ്പത്തിക സഹായം കൊണ്ടാണ് കൃഷ്ണനുണ്ണിക്ക് ഇങ്ങനെ ഒരു സാധ്യമായത്. അത് ഉറപ്പായിട്ടും ഒരു കൊച്ചു പയ്യനെ വിശ്വസിക്കാൻ അദ്ദേഹം വിചാരിച്ചു ഏത് ഹീറോയുടെ ഡേറ്റും കിട്ടും, അദ്ദേഹം ആ പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ ഒരു അപ്കമിങ് ടാലൻസിനെ, പുതിയ ഫേസസിന് ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അപ്കമിങ് ടാലന്റിനെ പ്ലേസ് ചെയ്യുക, അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വലിയ വിശാല മനസ്കത. അതിനോട് കൂടെ അതെ ഈ പറഞ്ഞ കൃഷ്ണുണ്ണി വളരെ ചെറുപ്പത്തിലെ തന്നെ അറിയാം. കാരണം രാധാകൃഷ്ണമംഗലത്ത് അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തത് കൃഷ്ണുണ്ണിന്റെ അച്ഛനാ, പിന്നെ സകുടുംബം ശ്യാമള. അപ്പോൾ മുതല് കുഞ്ഞു നാൾ മുതലേ സാറിന് അറിയാം. അപ്പൊ ആ ഒരു വാത്സല്യവും കൂടെ കൃഷ്ണുണ്ണിയോട്. അത് മാത്രമല്ല, ഞാൻ ഈ കൃഷ്ണ പൂജപ്രസാദ് സാറിനെ കൃഷ്ണുണ്ണിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം വേറെ ഇതുപോലത്തെ ടാലന്റിന് അത് പ്രൊജക്ട് ആയോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഒത്തിരി പേർക്ക് ഒരു ഈ അപ്കമിങ് പുള്ളിക്ക് കാലിബർ ഉണ്ടെന്ന് തോന്നുന്നവരെ അപ്കമിങ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രൊജക്ട് ആകുക എന്ന് പറയുന്നത് അതൊരു കോസ്മിക് എന്താ ബ്ലെസ്സിങ് വേണം. ഷൂട്ട് കഴിഞ്ഞാലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം എടുക്കാം ഒരുപാട്. അങ്ങനെ വിശാല മനസ്കത ഉണ്ട്. ആ എല്ലാ ബലം കൊടുത്തത് ഈ സിനിമയുടെ ഒരു വിജയത്തിന് ഒരു ബലം കൊടുത്തത് സാറ് തന്നെയാണ്. സാറിന്റെ വൈഫും. അതെ അവരുടെ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ അവസരമില്ല. അല്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇത്രയും 18 സിനിമ ചെയ്തിട്ടുണ്ട്. ഹിറ്റ് മേക്കറാണ്, സ്ക്രീൻ റൈറ്റിലെ ഹിറ്റ് മേക്കറാണ്. ആ മധുരം നുണഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ്. ആ കക്ഷി ഒരു പുതിയൊരു ടാലന്റിന് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത്. നോർമലി സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മമ്മൂക്ക ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരെ ടാലന്റ്സിനെ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരാണ്, നമ്മളെയൊക്കെ കേൾക്കണേ. അപ്പോ കേട്ടിട്ട് അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം അത്രയ്ക്കും ടാലന്റ്സിനെ കണ്ടെത്തി കൊണ്ടുവന്നു. ആസിസ് നെടുമങ്ങാടിനെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇതിലാണ് കറക്റ്റ് ആയിട്ട് കയറി വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതേപോലെ കണ്ടെത്തി കൊടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അതില് കൃഷ്ണനുണ്ണിക്കൊരു ഭയങ്കര ഒരു ഭാഗ്യം കിട്ടിയത് നല്ലത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തണം, ഇനിയും എത്തണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെച്ചാൽ കൃഷ്ണനുണ്ണി അറിയപ്പെടണം. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കാലിബറുള്ള ഒരു പുതിയ ഒരു
ഡയറക്ടർ ഇവിടെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള അറിയപ്പെടണം എന്ന് വെച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു സാർ. ഇപ്പം കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആണ് അതെ 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 പണ്ടത്തെ അപേക്ഷിച്ച് എനിക്ക് അതെ തോന്നുന്നു. പണ്ടത്തെ സിനിമയുടെ വ്യൂ അല്ല, പെർസ്പെക്റ്റീവ് അല്ല ഇന്നത്തെ സിനിമയ്ക്ക്. ഇന്നത്തെ സിനിമ ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ ആൾക്കാർ റെഡിയാണ്. ഞാൻ ഈ ഇന്റർവ്യൂവിന് കയറുന്നതിന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മുമ്പ് ഞാൻ പറയായിരുന്നു, നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഒരു ഗംഭീരമായിട്ടുണ്ട് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഒരു സിനിമ കാണുന്നതല്ല, പക്ഷെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അഭിപ്രായം കൂടെ പറയുകയാണ്, നന്നായിട്ടുണ്ട് എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അപ്പൊ അത് കാണുന്നുണ്ട്. അപ്പൊ അഖിലും പറയായിരുന്നു ഇത് നമുക്കിങ്ങനെ പോകുന്നുണ്ട്, സിനിമ കയറി വരുന്നുണ്ടെന്ന്. നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല, അഖിലല്ലേ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അഭിനയിച്ച സിനിമ നമ്മൾ തന്നെ പറയുന്നു. അല്ല, പുറത്തുള്ള ആൾക്കാർ പറയണം. സിനിമയ്ക്ക് എപ്പോഴും അത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ വൈഫോ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ സുഹൃത്തുക്കളോ പറയുന്നതിലുപരി മറ്റുള്ള ആൾക്കാർ പറയുമ്പോഴാണ്, അവിടെയാണ് നമുക്ക് കൊള്ളാമായിരുന്നു, അവിടെയാണ് ഒരു ആർട്ടിസ്റ്റ് ജനിക്കുന്നത്. ഈവൻ ഇംപ്രൂവൈസേഷൻ പറഞ്ഞാലും സാരമില്ല, പക്ഷെ ആ മൂവി കാണുക. അത് കൃഷ്ണൻ ഉണ്ണിയുടെ ആദ്യത്തെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇതായിരുന്നു, വിമർശനങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളിക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്, നമ്മള് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിനിമയ്ക്ക് അങ്ങനെയല്ല. നിങ്ങൾ കൊള്ളൂലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ദേഷ്യപ്പെട്ടാൽ നിങ്ങളൊരു നടനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ ലിമിറ്റഡ് അറിവിൽ ഞാൻ പറയാണ്, നിങ്ങൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കണം. എന്താ വെച്ചാൽ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊള്ളാമായിരുന്നു, നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. കൊള്ളൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട്, അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ കയറി വരുന്നവരെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുള്ളൂ. ഇത് ശരിക്കും റീച്ചായി. തമിഴിൽ നിന്ന് റിവ്യൂ വന്നു, ഒരു തെലുങ്ക് റിവ്യൂ. ഇവരൊക്കെ മലയാളം പടത്തിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ അതായത് നമ്മുടെ പൂർവികര് മലയാളം പടത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അക്രോസ് ഇന്ത്യ. അപ്പം നമ്മുടെ മലയാളത്തിൽ വരുന്ന പുതിയ പടങ്ങളെല്ലാം അവിടെ ഇവിടെ ആൾക്കാർ കാണും, ഓൾവേസ് ക്യൂരിയസ് ടു നോ പുതിയ എന്ത് തീമാണ്, പുതിയ എന്താണ്. അപ്പൊ അങ്ങനെ കണ്ട കുറച്ച് പേര് ഓൾറെഡി ഓൺലൈനിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്, തമിഴിലും മലയാളത്തിൽ കൂടാതെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ്സ് കാച്ചിങ് അപ്പ്. അതിപ്പോ നമ്മൾ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്തുവാണെങ്കിൽ സിനിമയോട് ഇപ്പൊ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നല്ല കഥ വരാം, നല്ല സ്ക്രീൻ പ്ലേ ഗ്രാജുവലി അത് റെഡി ആയിക്കോളും. നമ്മുടെ പടം മനോരമ മാക്സില് ഇപ്പം അവൈലബിൾ ആണ് അല്ലേ? അപ്പോ ആമസോൺ പ്രൈമിലും അതിലും ഉണ്ടെന്നാണ് കയറി കാണാം. അപ്പോ തീർച്ചയായിട്ടും കണ്ടാലേ ഇതുപോലുള്ള ടാലന്റുകൾക്ക് പുറത്തു വരാൻ ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും മമ്മൂട്ടി മോഹൻലാൽ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്കമിങ് ടാലന്റ്സിന് അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ആ OTT എങ്കിലും യൂസ് ചെയ്ത് ഒന്ന് എൻകറേജ് ചെയ്താലേ ഇവർക്ക് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ഫിലിം മേക്കേഴ്സ് ആയിട്ട് മാറാനുള്ള ഒരു സ്കോപ്പ് വരത്തുള്ളൂ. അതാണ് കാര്യം. മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം, അഖില് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അഖില് നന്നായി ചെയ്തിട്ടുണ്ട്. അതല്ല, അത് ഓവർകം ചെയ്ത് ഒരാൾ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുമ്പോഴേ അയാളുടെ പാഷൻ എത്രയാണെന്നുള്ളത്, അതെ അങ്ങനെയുള്ളവരൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്ക് ആരെയും വേണ്ട, നമുക്കാണ് സിനിമ വേണ്ടത്. തീർച്ചയായിട്ടും എഗെയിൻ പറയുന്ന കാര്യം വെച്ചാൽ അതങ്ങനെയാണ്, അതാണ് റിയാലിറ്റി. പുതിയ മുഖങ്ങൾ വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇന്ന്. ആ ഒരു സ്വഭാവ നടന്റെ സ്പേസ്, അങ്ങനെ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്പേസുകൾ ഇവിടെ ഉണ്ട്. അതിൽ ആൾക്കാരെ കണ്ട് കൊച്ചു പരിപാടികൾ നമുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര വർഷം കൊണ്ടിട്ട് ഇതിന്റെ പുറകിലാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒന്നും അല്ലാതെ എടുത്ത് നമ്മൾ എത്ര എത്തി നോക്കിക്കഴിഞ്ഞാൽ കുറേ സിനിമകൾ ചെയ്തില്ലേ, അതിനൊരു ഭാഗ്യം കിട്ടില്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ കുറേ സിനിമകൾ ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. അപ്പൊ ഇതൊന്നും ചെറുതായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമേ അല്ല. ഇതെല്ലാം നമ്മളിലെന്തോ ഉണ്ട് എന്ന് നമ്മളെ തന്നെ തിരിച്ചറിയിക്കാനുള്ള ഒരു ശ്രമമാണ്. അത് തീർച്ചയായിട്ടും അത് നല്ലതിന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയത്തിലോട്ട് സീരീസ് എഴുതിയിട്ടുണ്ട്. ചെറിയ നമ്മുടെ ഷോർട്ട് ഫിലിംസുകളിൽ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിൽ മോണോക്റ്റും നാടകവും ചെയ്തു വന്നതിന്റെ ഒരു ധൈര്യത്തിലാണ് സിനിമയിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം. പണ്ട് മുതലേ എന്റെ സിനിമയിലോട്ട് എത്താൻ കാരണം, സിനിമ എന്റെ മനസ്സിൽ ഉണ്ടാവാൻ കാരണം തന്നെ അമ്മൂമ്മയാണ്. എന്റെ അമ്മൂമ്മ ഇങ്ങനെ വീട്ടില് എന്നും വൈകുന്നേരങ്ങളിൽ സിനിമ കാണും. വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മൾ ഈ പണ്ട് DD ദൂരദർശനിലൊക്കെ സിനിമ ഇടും. ദൂരദർശനും മെട്രോ. അതെ സിനിമ ഇടും. ആ സിനിമ ഈ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടുകൊണ്ടായിരിക്കും അവരൊന്ന് ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ പോകാതെ ഇങ്ങനെ കള്ളോടിച്ച് കിടക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. സിനിമ
ഉച്ചയ്ക്കുള്ള സിനിമ കാണും. അപ്പൊ അമ്മൂമ്മ ഇങ്ങനെ ഇരുന്ന് ആഹാരമൊക്കെ മേടിച്ച് നമുക്ക് ഒരു കൂട്ടായിട്ട് അങ്ങനെ ഇരിക്കുക. നല്ല രസമുണ്ടത്. ഇപ്പൊ സിനിമ കാണുക. അപ്പൊ ആ സിനിമ അത് മാത്രമല്ല, ഈ അമ്മൂമ്മ ഈ ചന്തയിലൊക്കെ പോയിട്ട് വന്നിട്ട് എനിക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിലെ ഫാമിലീസ് എല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. അത് പൈസ കൂട്ടി അതിനു വേണ്ടി മാത്രം കുറച്ച് കൂട്ടി വെച്ചിട്ട് എല്ലാവരുമായിട്ട് പോകും. പണ്ടിങ്ങനെ മാസത്തിൽ ഒരിക്കലും അതുപോലെ ഇത് പക്ഷേ ഇത് വെള്ളിയാഴ്ച ദിവസം, അതായത് എല്ലാ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ആ സമയത്ത് വെള്ളിയാഴ്ചകളിലാണല്ലോ സിനിമ ഇറങ്ങുന്നത്. അതെ അതെ. അപ്പൊ ആ സമയങ്ങളിൽ എന്തായാലും അമ്മൂമ്മ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിലോട്ട് വരാൻ കാരണം ഈ സ്കൂളിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് ഈ സിനിമ മാത്രം കാണുക എന്നുള്ള ടെൻഡൻസി മാത്രമായി ഒരു സമയത്ത്. അങ്ങനെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. തിയേറ്ററിൽ പോകാൻ നമ്മുടെ പൈസ ഇല്ല. അപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഈ പലവ്യഞ്ജന കടയിൽ ഈ പണ്ട് CD വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട്, CDയും CD പ്ലെയറും ഒക്കെ. അതെ. അപ്പൊ ഞങ്ങൾക്ക് സാധനം വാങ്ങിക്കുന്നതിന്റെ കൂടെ തന്നെ ആ കടയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു 100 രൂപ എക്സ്ട്രാ പറ്റി വെച്ചിട്ട് അമ്മയടുത്ത് പറയും ഇങ്ങനെ, ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ടെസ്റ്റ് പേപ്പറിനൊക്കെ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് നന്നായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത്. നീ നന്നായിട്ട് ഫുൾ എല്ലാത്തിനും മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഞാൻ ചുവന്ന മഷിപ്പേനൊക്കെ ഉണ്ടല്ലോ, 10ന് 10 വരച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കും. അപ്പൊ അമ്മ ഭാഗത്തിന് അമ്മ അങ്ങനെ സിനിമ ഇഷ്ടപ്പെടാണെന്നുണ്ട് അങ്ങനെ രീതിയിലായതുകൊണ്ട് എല്ലാ സാധനം വാങ്ങാൻ വേണ്ടി പോകും. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല മാർക്ക് തിരുത്തി. ഇനിയിപ്പോ ഇപ്പൊ കണ്ടുപിടിക്കുമല്ലോ. കുഴപ്പമില്ല, ഇത്ര വർഷം. അപ്പോൾ അങ്ങനെ നമുക്ക് 50 രൂപ CD പ്ലെയറിന്റെ വാടകയും 10 രൂപ വെച്ചിട്ട് CD ഓരോ സിനിമയ്ക്ക് 10 രൂപ വെച്ച് അങ്ങനെ ഒരു 5 സിനിമ എടുത്ത് വീട്ടിലിരുന്ന് ഇങ്ങനെ കാണും. ഈ ശിവരാത്രി പോലുള്ള ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ കാണും. അപ്പം ചില ദിവസങ്ങളിൽ തിങ്കളാഴ്ച ദിവസം ആകുമ്പോൾ സിനിമ കണ്ട് തീരുമില്ല, 5 സിനിമ ഉണ്ടല്ലോ. അപ്പൊ തിങ്കളാഴ്ചയും കൂടെ ലീവ് എടുത്തിട്ട് ഫുള്ള് കണ്ടിട്ട് അങ്ങനെ അപ്പൊ തീർച്ചയായിട്ടും അമ്മയും അതുപോലെ അമ്മുമ്മയും അച്ഛനും ചേട്ടൻ, അതെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സ്കൂളിൽ പോലും പോവാതെ അല്ല, നമ്മുടെ കുടുംബം തന്നെയാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും നമ്മളെ വേറെന്തോ കൊണ്ടുവന്നത് അഖില തന്നെയാണ്. നാടകം കളിച്ച് തെറ്റി കണ്ട് നടന്ന സമയത്ത് എടാ നമുക്ക് ഓഡിഷന് പോവാം, ചുമ്മാരിക്കില്ല, അങ്ങനെ കുറെ സിനിമകൾ ഓഡീഷന് പോകും, കൂട്ടിട്ട് പോകും. അപ്പോഴും എനിക്ക് ഇത് സ്ക്രീനിൽ വരാൻ ഒരു പേടിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും അവൻ തന്നെ പറയും നീ ചെയ് എന്ന് പറയും. അതല്ല മന്തി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? മന്തിയെ കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇല്ല, അങ്ങനെയല്ല. എന്നാലും എൻ്റെ മനസ്സിൽ സിനിമ എന്നൊരു വലിയൊരു ദൂരമായിരുന്നു. കാരണം നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, നമുക്ക് നമ്മളെ ഒരു വലിയ സ്ക്രീനിൽ നമ്മളെ മുഖം കാണാൻ പറ്റില്ല. പക്ഷെ ആ ദൂരത്തെ ഏറ്റവും അടുപ്പിച്ച് തന്നത് അഖില തന്നെയാണ്. അതിലെത്താൻ പറ്റുള്ള നമുക്ക് കുഴിമന്തി അല്ലെങ്കിൽ പോലും. അതുപോലെ കൃഷ്ണനുണ്ണിയും ഞാൻ ഷൂട്ടിന് പോയ സമയത്തും ഞാൻ ഇതിനു മുമ്പ് ഒരു വർക്ക് ചെയ്തു. അപ്പം അതിൽ ചെറിയ റോളാണ്, ദൂരം നിന്ന് കാണും. ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാൻ കച്ചുകൊണ്ടി കാണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു പോയി സിനിമ കണ്ടു. പക്ഷെ അത് അപ്പോൾ അതിലെ ഡയറക്ടറും പുള്ളി ഇന്ന് ദേഷ്യപ്പെടുവോ? ഞാൻ ചോദിച്ചു വരാണ്, എടാ നമ്മൾ എന്ത് ചെയ്യും, പുള്ളി ഇനി ദേഷ്യപ്പെടും. പക്ഷെ അവിടെ എത്തിയപ്പോഴും കൃഷ്ണനുണ്ണി വരാണ്, എന്നാൽ ഒരു കുഴപ്പമില്ലടാ, നിങ്ങൾ തോന്നി വരെ ചെയ്യും, നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോഴേക്കും ഇതുപോലെ എൻ്റെ സ്ലാങ് ഒരു തിരുവനന്തപുരം സ്ലാങ് ആദ്യം പറഞ്ഞു ചേട്ടാ നമുക്കിതൊരു അങ്ങോട്ടൊക്കെയുള്ള സ്ലാങ് ആണ് പിടിക്കേണ്ടത്, ഇതിൽ വേറൊരു പുള്ളിക്കാരൻ ഇതുവരെ സ്ലാങ് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ പറഞ്ഞു കൃഷ്ണപുര സാറ് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ആ സ്ലാങ് മതി, നമുക്ക് അതിൽ തന്നെ പിടിച്ചാൽ മതി, അത് എത്തിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ആ ചെറിയ റോൾ അഭിനയിച്ചു. ഇപ്പം കൃഷ്ണനുണ്ണിക്ക് വേണമെങ്കിൽ ആ ഡബ്ബിങ്ങിന് വേറെ ആരെയും വിളിച്ചിരിക്കാം. പക്ഷെ എന്നെ വിളിച്ച് കേട്ടാ മതി, അതാ ചേട്ടൻ തന്നെ ഡബ് ചെയ്താൽ മതി. അപ്പൊ അതൊരു ഭാഗ്യമാണ്. ചെറിയ റോളല്ലേ, ഇപ്പം ആർക്ക് വേണമെങ്കിൽ ഡബ് ചെയ്ത് പോവാം. പക്ഷെ ഞാൻ അഭിനയിച്ച റോള് ഞാൻ തന്നെ ഡബ് ചെയ്തു, അത് വലിയൊരു ഭാഗ്യമാണ്. അതിപ്പം കൃഷ്ണനുണ്ണിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അഖിലും കൂടെ കേട്ടോ അത്രയും സന്തോഷത്തോടെ ഉദയ അവിടെ പറയുമ്പോഴേ തീർച്ചയായിട്ടും പറഞ്ഞ ഒരു ഗ്രൂപ്പ് എഫേർട്ട്. ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കാൻ വന്ന ഈ എൻറ്റയർ മൂവിയിൽ നമുക്ക് ഏറ്റവും നമ്മൾ പറയത്തില്ല ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയാം, ഏറ്റവും ഒരു ഭയങ്കര കോമഡി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുളവായ ഒരു എല്ലാരും ചേർന്ന് ചിരിച്ചു ദൈവമേ വേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അതാ പറഞ്ഞത്, നമ്മുടെ എന്റെ സീക്വൻസ് എടുക്കുമ്പോഴത്തേക്ക് ചിരി വർഷമായിരുന്നു. ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് ഡയറക്ടർ തിരിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എടുക്കുന്നുണ്ടോ അതോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ ജെന്യൂൻ ആയിട്ട് പറയണം, അത് ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് ഇത് കോമഡി ആ സീക്വൻസ് അതിന്റെ പകുതിയെ നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. നമ്മൾ അവിടെ ചെയ്ത കോമഡിയൊക്കെ ഗംഭീര രസമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 3 മണിക്കൂർ പടം ഉള്ളപ്പോൾ അതിനെ കട്ട് ചെയ്ത് പോകുക തന്നെ വഴി.
പക്ഷെ ഇതിൽ ചെയ്തിരിക്കുന്ന കുറെ സാധനങ്ങൾ ബ്ലഡ് ഒക്കെ വരുന്ന ഒരു സീക്വൻസ് ഒക്കെ ഈ വൈഷ്ണവി ഒക്കെ ചെയ്തത് അതൊരു ഭയങ്കര എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ച എലമെന്റ് സിനിമ കണ്ടപ്പോൾ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ അത് ഭീകരമായിരുന്നു. Actually മറ്റേ കമ്പ്യൂട്ടർ ടെക്നിക് ആണെന്ന് വിചാരിച്ചു ആ ബ്ലഡിന്റെ ഇല്ല അത് ടൈമിംഗ് ആണ്. ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ അവൻ തറയിൽ വീടങ്ങ് ഉരുള അഖില് വേറെ ഒന്നുമില്ല അവൻ തറയിൽ കിടന്ന് അത് ചേട്ടനെ ഉരുട്ടിയതാണ്. പിടിച്ച് അതൊക്കെ പറയും. കരി പോലെ ആ ഒരു ചേട്ടൻ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മ തിരിച്ച് അപ്പുറത്തെ സൈഡ് നിൽക്കുന്ന ഒരു ആക്ടർ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ്. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അടിക്കുമ്പോഴാണെങ്കിൽ പോലും ചേട്ടൻ ലാസ്റ്റ് മുകളിൽ കയറി അങ്ങനത്തെ ഒരു സ്പോയിലറാണ്. അപ്പൊ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങോട്ട് തരുന്ന അത് support ആണ്. അങ്ങനെ തന്നെയായിരുന്നു അഖിലിന്റെ എന്റെയും കോമ്പോയില് അങ്ങനെ രസമായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഇത് ആർട്ടിസ്റ്റിനെ മാത്രമല്ല ഈ ലൊക്കേഷൻ ഒക്കെ ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം നമ്മളിപ്പം വലിയൊരു പ്രൊഡക്ഷൻ ഗ്രൂപ്പ് പോലെ നമുക്ക് ആ ലൊക്കേഷൻ മുഴുവൻ എന്താ പാൻ ഔട്ട് ചെയ്ത് അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് കാശ് കൊടുത്ത് അങ്ങനെയുള്ളതല്ല. നമുക്ക് ലൈവ് ലൊക്കേഷനിൽ പോവാണ്. അപ്പോൾ ഓരോ ദിവസവും അവിടുത്തെ ലൊക്കേഷനും നാട്ടുകാരെയൊക്കെ കരുണ വേണം. ഇപ്പൊ നാട്ടുകാരെ കൂടെ ചേട്ടാ അതിൽ കൂടെ മാറി ഓടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് ഒരു വർഷത്തെ ഷെഡ്യൂളായിരുന്നു. അതായത് സാധാരണ വലിയ ബാഹുബലിക്കൊക്കെ എടുക്കുന്ന ആളെ കെട്ടണം, ക്യാമറമാനെ കെട്ടണം, ലൊക്കേഷൻ കിട്ടണം, ലൊക്കേഷൻ കിട്ടണം, ആളെ കിട്ടണം, ക്യാമറ. പിന്നെ കാലാവസ്ഥയും പണി തന്നിട്ടുണ്ട് നല്ല പോലെ മഴ മഴ ഒരു വർഷം വരെ നീണ്ടു പോകുമ്പോ കാലാവസ്ഥയെ നമുക്ക് അനുകൂലമായിട്ട് പലർക്കും അപ്പൊ പ്രശ്നം എന്താ? കണ്ടിന്യൂറ്റി പ്രശ്നം. അതെ. അപ്പൊ ഇതെല്ലാം ടാക്കിൾ ചെയ്യും. അതെ അതെ ഉറപ്പായിട്ടും അറ്റേറൊക്കെ മാറിപ്പോകും. അപ്പൊ അതെല്ലാം പുള്ളിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താടി കീപ്പ് ചെയ്യണം ലുക്ക് അത് ഇതെല്ലാം വന്ന് നിൽക്കുന്നത് കൃഷ്ണൻ ഉണ്ണിയൊക്കെയാണ്. എല്ലാം ഈ ചലഞ്ചുകളെല്ലാം അവസാനം നിൽക്കുന്നത് കൃഷ്ണൻ ഉണ്ണി എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എന്താണ് അവസ്ഥ. പക്ഷെ അതൊന്നും ടെൻഷൻ അടിക്കാതെ അതെല്ലാം ഒരു ലെവലാക്കിയ ആമസോൺ പ്രൈം പല സന്ദർഭത്തിലും പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ട് പോയാൽ സ്ട്രെസ് കാരണം ഈ നാട്ടുകാരും വീട്ടുകാരും പക്ഷെ അതിനെ മറികടക്കുക എന്നുള്ളൊരു സംഭവമാണ്. സാധാരണ ഒരു വലിയൊരു പ്രൊഡക്ഷൻ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചു. ഇതൊന്നുമില്ല. പുള്ളി നോന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് തീർന്നു പടം. വേറെ ആർക്കും ടേക്കപ്പ് ചെയ്യാനും പറ്റത്തില്ല. വെച്ച് ഇനി വലിയൊരു പ്രൊഡക്ഷൻ സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പം പുള്ളിയുടെ ആ ഒറ്റ ഈ ഞാണിന്മേൽ കളി പോലെ ആ മനസ്സിന്റെ ഒരു ധൈര്യം കൊണ്ട് മാത്രം അല്ല പുള്ളിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ പടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഫ്രസ്ട്രേഷൻ. ഇടയ്ക്ക് ചോദിക്കും എന്തെങ്കിലും ആയോ, എന്തെങ്കിലും ആയോ, ഈ വർഷം കാണുമോ, ഇപ്പൊ കാണുമോ? അല്ല സാറേ അതെ അതെ ഇതേന്ന് പറഞ്ഞ് പുള്ളി പറയാൻ തുടങ്ങും. അപ്പൊ 4 കമന്റ് വരുമല്ലേ, ആ അപ്പൊ ഉണ്ടല്ലേ, പടം ഉണ്ടോ ഇതാണ് എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ അവസാനം ഇട്ട ഒരു ഇതാണ് നമ്മുടെ പടം 2 ആഴ്ചക്കകത്ത് ഉടനെ തന്നെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞൊരു സാധനം. അതിന്റെ അടിയിൽ ഞാനൊരു കമന്റ് ഇട്ട് 2 ആഴ്ച കഴിയുമ്പോ എന്നെ വിളിച്ചാൽ മതിയല്ലോ അല്ലേ. പക്ഷെ കറക്റ്റ് ആയിട്ട് 2 ആഴ്ചക്കകത്ത് പടം ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വരാൻ അതിന് ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പുതിയ ഒരു സിനിമ ആവുമ്പോഴത്തേക്ക് സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്തതാകുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ഈ OTT പോലുള്ളവര് ബാർഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാം. അതങ്ങനെയാണ് അതിന്റെ ഒരു നമ്മൾ അനുഭവിച്ചതാണ്. സ്റ്റാർ കാസ്റ്റ് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് ഇന്നും. പക്ഷെ നല്ല കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ മനോരമ ട്രെയിലർ നമ്മുടെ ഭയങ്കര രസമായിരുന്നു. ആ ട്രെയിലർ അതെ 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 നന്നായിട്ട് പോയി. അതെ 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 അവര് ത്രില്ലിംഗ് ഫാക്ടർ നിലനിർത്തി ഇത് കാണുമ്പോൾ ഇതിൽ ഇത്ര ഹ്യൂമർ ഉണ്ടെന്നുള്ളതൊന്നും ആരും പ്രതീക്ഷിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാം കൂടെ ജെല്ല് ചെയ്ത് വന്നപ്പോഴാണ് ആ സിനിമ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതായത്. അബദ്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റി അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ. അബദ്ധങ്ങളിലൂടെ പറ്റിയതാണ് ഈ സിനിമ. അതെ എനിക്കും ഇദ്ദേഹത്തിന് തമ്മിലുള്ള ലാസ്റ്റ് ഉള്ള സീക്വൻസ് ആണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അതെ അതിന്റെ അകത്തുള്ള അബദ്ധമാണ് മറ്റേ അവസാനം ഞാൻ തെന്നി വീഴുന്ന സാധനത്ത് ഞങ്ങളെല്ലാം ശരിക്കും ചവിട്ടി. രീതി വന്നല്ലോ. അല്ല അത് കൃഷ്ണൻ ഉണ്ണി എടുത്ത വേറൊരു അവതരണ ശൈലിയാണ്. ആനിമേഷൻ പരിപാടി ചോദിക്കാൻ വന്ന ഒരു കാര്യമായിരുന്നു. സ്റ്റൈലാണ് അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അത് നല്ലൊരു രസമുള്ള പരിപാടിയായിരുന്നു. ആ ഒരു റേഞ്ചില് സാധ്യതകള് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു സംഭവം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയായിരുന്നു അല്ലേ ആ സമയത്ത്. നല്ല രസമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അവസാനം പരിപാടികള് നന്നായിട്ട്. നമ്മള് വിചാരിച്ച കാര്യം ഓക്കെ അഗൈൻ നമ്മളെല്ലാരും നല്ല പോസിറ്റീവായിട്ട് പറയുക, എന്നാലും ഓക്കെ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു അങ്ങനെ തോന്നിയ കാര്യങ്ങൾ. സ്വന്തം ആക്ടിങ് അത് നമുക്ക് തോന്നാം, അല്ലാണ്ട് ഓക്കെ കഥയില്
ഈ മാറ്റം വേണ്ടിയിരുന്ന നല്ലായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴും നമുക്ക് തോന്നും എല്ലാ സീനുകളിലും കുറച്ചുകൂടെ നന്നാക്കാൻ അത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലേ ഇത് സാധ്യത അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളായിരുന്നു, ഈ ഫ്രെയിം മാറ്റി അവിടെ വെച്ചിരുന്നേ കൊള്ളായിരുന്നു, ഇത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ എടുത്താൽ. അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് പെർഫോമൻസ് തന്നെ ഈ ഡയലോഗ് ഇട്ടുള്ള ഏതൊരു ക്രിയേറ്റീവ് ആർട്ട്, നമ്മൾ ഒരു ക്രിയേറ്റീവ് ആർട്ട് കണ്ടിട്ട് ഇത് ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റീവ് ആർട്ട് എൻഡ്സ് there. നമുക്ക് എപ്പോഴും അതിന്റെ അകത്ത് എന്തോ ഇംപ്രൂവൈസേഷൻ ഉണ്ടെന്ന് തോന്നിയാലേ നമുക്ക് ഫർദർ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ കൃഷ്ണനുണ്ണിയുടെ ചില തീരുമാനങ്ങളുണ്ട്. ഇത് മതി, ഇപ്പൊ അബദ്ധങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പലതും സംഭവിക്കുമ്പോൾ എടുക്കാൻ പറ്റാതെ ഇനി നന്നാക്കാം എന്ന് തോന്നുമ്പോഴും ഈ സാധ്യത ഇവിടെ ഇത്രയും മതി എന്നുള്ളത്, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധ്യതയാണ് അത് കൃഷ്ണനുണ്ണി എടുത്തിട്ടുണ്ട്. അത് അന്ന് പുള്ളി പ്രീമിയറിന് അന്ന് പറയുന്നത്. അതെ. ഈ ചില നമ്മളിപ്പോ കാഴ്ചക്കാർ പലപ്പോഴും ഇവിടെ ആ ക്യാമറ ആംഗിൾ ഉപയോഗിച്ചൂടെ, ഇവിടെ ഈ ഗിംബൽ ഉപയോഗിച്ചൂടെ, പുള്ളി പറയാ ഈ ഇവിടെ നിന്ന് ബോണക്കാടൊക്കെ പോയി ഷൂട്ട് ചെയ്യണം. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ബോണക്കാട് ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഗിംബൽ എടുത്തില്ല. പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. ഈ ആർട്ടിസ്റ്റിന്റെ പ്രശ്നം, ഈ ക്യാമറമാനെ കിട്ടത്തില്ല. അപ്പൊ എന്തുണ്ടോ അത് വെച്ചെടുക്കും. പിന്നെ ചിലപ്പോ എടുത്തോണ്ടിരിക്കുമ്പോ ക്യാമറയുടെ ബാറ്ററി തീർന്നു. അപ്പൊ പിന്നെ എന്താ അടുത്ത ചെയ്യുക? ഫോൺ എടുത്ത് വെച്ചു. അല്ല, അതാ ഞാനും പറയാൻ വന്നത്, ആഡ് ചെയ്യാൻ വന്നത്. അതായത് എന്താണ് നമ്മുടെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാക്സിമം ഉപയോഗിച്ചിട്ട്, ഐഫോൺ വരെ ഉപയോഗിച്ചിട്ട് ഷോട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ അതിനുള്ള സാധ്യതകൾ ഇന്നുണ്ടെന്നാണ്. ഇന്നത്തെ സിനിമയ്ക്ക് അത്രയും സാധ്യതകൾ ഉണ്ടെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് പല ആൾക്കാരും. അപ്പൊ അതിനെയൊക്കെ യൂസ് ചെയ്യുകയാണ് കൃഷ്ണനുണ്ണിയുടെ പ്രധാന ലക്ഷ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില അത്തരം സാധ്യതകളും കൂടെ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് സിനിമ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് റെഡിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ബഡ്ജറ്റ് നമുക്ക് വേണ്ടേ? അപ്പൊ ഒരു സിനിമയുടെ ബഡ്ജറ്റ് പോലും അത്രയില്ല. അപ്പോ അങ്ങനത്തെ ഉള്ള സാധ്യതകൾ യൂസ് ചെയ്ത് ആ റെഡിലോട്ട് എത്തണം നമ്മൾ, മനസ്സിലായില്ലേ? ആ ലെവലിലോട്ട് കൃഷ്ണനുണ്ണിയുടെ അടുത്തൊരു പരിപാടി വരണം എന്നാണ് നമ്മളെല്ലാവരും ആവശ്യിക്കുന്നത്. സഹായകരമായ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് കൈപിടിച്ച് കയറ്റുവാണെങ്കിൽ ഒബ്വിയസ്ലി ഇതിലും ബെറ്റർ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും വരും. പിന്നെ ഉറപ്പായിട്ടും മൂവി തന്നെ ഒരു 3 ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാണ് വരുന്നത് സ്റ്റോറിന്ന്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതെ അതെ. അപ്പൊ അതിൽ തന്നെ ഡാർക്ക് ഹ്യൂമർ ആണ്, ത്രില്ലർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തോന്നുന്നത് ഈ പറഞ്ഞ സാർ പറഞ്ഞ പോലെ പ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ കുറെ കൂടെ ടെക്നിക്കാലിറ്റീസ് അതെ, നമുക്കൊരു സാവകാശം, കൃഷ്ണനുണ്ണിക്ക് ഒരു സാവകാശം കിട്ടും, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറയാനും എല്ലാം ചെയ്തെടുക്കാനുള്ള ഒരു സാവകാശം കിട്ടും. ടെക്നിക്കലി ആൾ വരെ ആ ടീംസും പക്ഷെ അതുപോലെ കോപ്പറേറ്റീവ് ആയിരുന്നു. അതെ അതെ അതെ. അതാണ് ശരിക്കും ഈ കൃഷ്ണനുണ്ണിയുടെ ഒരു സംസാരമുണ്ട് എല്ലാവരും അടുത്തുള്ള ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്റർപ്റ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിട്ട് പറ്റൂല. കാരണം ആ ഒരു രീതിയിലല്ല, റെസ്പെക്റ്റിലാണ്. നമുക്ക് മറിച്ചൊന്ന് പറയാൻ പറ്റില്ല, ആ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അതങ്ങനെയാണത് രീതി, അദ്ദേഹത്തിന്റെ രീതി. കൃഷ്ണനുണ്ണി ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. അതെ അതെ. മുഖത്ത് നോക്കിയാൽ നമുക്ക് തോന്നത്തില്ല ഒരു ഡയറക്ടർ എത്ര സ്ട്രെസ്സിലാണ്. മനസ്സിൽ ചീത്ത കളിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് പക്ഷെ ഇങ്ങനെ വേണ്ട സംഭവം അല്ല. അതാ നമുക്ക് അങ്ങനെയാണെങ്കിൽ പോലും ഇല്ല. ഇപ്പൊ അവിടെ പോയി പറഞ്ഞിട്ട് ഇവിടെ പറയുന്ന ഒരു സംഭവം അല്ല, എല്ലാവരും ഒരുപോലെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതാണ് നമുക്ക് ഒരു രീതി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ വളരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. തീർച്ചയായിട്ടും. അല്ല, കൃഷ്ണനുണ്ണിയുടെ ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന ഒരു മുഖമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കൃഷ്ണനുണ്ണി ദേഷ്യപ്പെടാനും അറിയാം, പക്ഷെ കൃഷ്ണനുണ്ണി വളരെ അല്ല അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഫ്രസ്ട്രേറ്റഡ് ആവും, പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. അത് ചിരിച്ചുകൊണ്ട് മാത്രമാണ് അത് പറയുന്നെന്നുള്ളതാണ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് പല സാഹചര്യങ്ങളൊക്കെ ഉറപ്പായിട്ടെന്ന്. എന്താ വെച്ചാല് കാര്യം എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞില്ല, എല്ലാരും ഒരേ സീക്വൻസിൽ കയറി വരുന്ന ആൾക്കാരല്ലല്ലോ. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആൻഡ് മാച്ച് വരണം. അപ്പൊ നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോഴത്തേക്ക് പാക്കില് ഇപ്പൊ കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഇത് പമ്പിങ് പോകും. അപ്പോ രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡയറക്ടർ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കണം. അതാണ് അതിന്റെ ഒരു സംഗതി. അത് ഇതിലെ അസോസിയേറ്റ് ഡയറക്ടർ ആണെങ്കിൽ പോലും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ മേക്കപ്പ് ആണെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ കൃഷ്ണനുണ്ണിക്ക് സപ്പോർട്ടായിരുന്നു വൈഷ്ണവി, അതുപോലെ തന്നെ ഗൗരി, പിന്നെ ഡിതിൻ എന്ന് പറഞ്ഞൊരു പകുതിയോളം ഷെഡ്യൂളിലുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂടെ നിൽക്കാനായി. മിഥുൻ എന്ന് പറയുന്നതും ക്യാമറമാൻ, ഈ പറഞ്ഞ പോലെ സെക്കൻഡ് യൂണിറ്റിലെ ക്യാമറമാനാണ്. അതിന് പുറത്തുനിന്ന് വന്നതാണ്, ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാ സുഹൃത്തുക്കളാണ്, കൃഷ്ണനുണ്ണിയുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അവരെല്ലാരും പ്രസിദ്ധ് ഈ മിഥുന്, പിന്നെ വേറെ ബ്രഹ്മദത്തൻ, പിന്നെ അതിൻ, ഇവരെല്ലാരും ഒരുപോലെ നിന്നതുകൊണ്ടാണ് പല ഷോട്ടുകളും ഈ ചെറിയ സ്പേസിൽ പൈസക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഷോട്ട് വെക്കുന്നത് ഭയങ്കര മോശമായിരുന്നു. സ്റ്റഡി ഫ്രെയിമിലൊക്കെ പോകും. അപ്പൊ സ്റ്റഡി ഫ്രെയിമിൽ ഈ ചേട്ടന്റെ ഇൻട്രോ സീൻ കാണിക്കുന്ന ഷോട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ചേട്ടാ അതൊരു വല്ലാത്തൊരു രസമായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഷോട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള ഒരു തിങ്കിങ് പ്രോസസ് ഉണ്ടല്ലോ,
അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും ഗുണം ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അപ്പൊ 4 ക്യാമറമാൻ ആകുമ്പോ 4 ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലും നമ്മള് ഒരു ഫ്രെയിം ഒരു ക്യാമറമാൻ Suggestion വരും. പല suggestions വരും. സ്റ്റോറി ടെല്ലിംഗ് വേറൊരു ക്യാമറമാന്റെ ഫ്രെയിം. അപ്പൊ ചിലപ്പോ ഇവൻ അങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യും. ചില ക്യാമറമാന്മാർ വന്നിട്ട് പറയും എനിക്ക് ഈ ലൈറ്റ് പോരാ, ഈ ലൈറ്റ് ഉണ്ടല്ലേ എടുക്കത്തുള്ളൂ. അപ്പൊ പക്ഷെ ഇവന്റെ ഗിവൻ കൺസ്ട്രെയിന്റിൽ ആ ലൈറ്റും ഒക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി തീരൂല. അപ്പൊ ആ സ്ഥലത്ത് വേറെ ക്യാമറമാനെ കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് മറ്റേ ഈ ക്യാമറമാൻ. അപ്പൊ ഇതെല്ലാം ഒരു പ്ലേ ഓഫ് കാർഡ്സ് പോലെ പുള്ളി എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് ചെയ്ത്. സാർ നേരത്തെ പറഞ്ഞ ഡ്രോയിങ് വെച്ചാൽ മനസ്സിലവന് ഇന്ന് ചെയ്യണം എന്ന് പറഞ്ഞൊരു തീരുമാനമുണ്ട്, ഉറപ്പായൊരു തീരുമാനമുണ്ട്. അത് കറക്റ്റാ ചെയ്യും. അതാണ് സംഭവം. എങ്ങനെയെങ്കിലും പുൾ ഓഫ് ചെയ്യും. സാറിനൊരു ഫേവറേറ്റ് സീൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും സിനിമയിൽ? ഒരു ഇഷ്ടപ്പെട്ട ഒരു സീൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഓരോ സീനും എനിക്ക് അത്രയ്ക്കും ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഈ ആ ക്യാരക്ടർ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഇഷ്ടപ്പെടുന്നതല്ല, ഇതേപോലത്തെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പലരും ചിലപ്പോൾ അവർക്ക് നായകൻ അല്ലെങ്കിൽ അതുപോലത്തെ നല്ല ഈ കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരിക്കും. പക്ഷേ എനിക്ക് ഈ പിന്നെ ഇതിൻ്റെ കഥ കേട്ടപ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. വേറെ ചെയ്തിട്ടുണ്ട് ഇത്, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ലെങ്ത് കൂടിയതുകൊണ്ട് അവോയ്ഡ് ചെയ്തതാണ്. അതായത് എൻ്റെ തന്നെ മനസ്സ് എന്ന് പറഞ്ഞാൽ കാലൻ്റെ ഒരു രൂപം, അത് എന്നിലൂടെ തന്നെ ഇത് താടിയെല്ലാം കട്ട് ചെയ്തിട്ട് ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം താടിയെല്ലാം കട്ട് ചെയ്ത് ഒരു പിന്നെ മീശ ഈ വെട്ടുകത്തി പോലത്തെ ഒരു മീശയൊക്കെ വെച്ചിട്ട് സിംഗ മീശ, യെസ്, അങ്ങനെ ഒരു പിന്നെ സലൂണിൽ പോയിട്ട് അത് കട്ട് ചെയ്തു. തമിഴ്നാട്ടില ഇരമന്തുറ അവിടെ പോയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എൻ്റെ ഈ അതായത് പിന്നെ വാൾട്ടറിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഇയാൾ എന്നെ കാലനായിട്ട് ലുക്കൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ക്യാരക്ടറിന് ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് വന്ന് ഇയാളോട് സംസാരിക്കും. ഡയലോഗ് ഇല്ലാതെ പിന്നെ വിളിക്കുന്നത്, നിന്റെ സമയമായി നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോഴും ഇയാൾ പേടിക്കും, ഭയക്കും. കാരണം ഈ 5 മണി എന്ന് പറയുന്ന ഒരു സമയം താണ്ടണം. അത് ആ പുള്ളി ഒത്തിരി പ്രാവശ്യം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു. പക്ഷെ ഈ പറഞ്ഞ പോലെ ലെങ്തി ആ ക്യാരക്ടറിനെ മൊത്തമായിട്ട് എടുത്ത് ഒഴിവാക്കേണ്ടി വന്നു. അല്ല, അതിപ്പം എന്റെ ഫാദറൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളി കുറച്ച് 80s സമയം, മോഹൻലാലൊക്കെ വന്ന സമയം. അപ്പം നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ നമുക്ക് കഥകൾ കേൾക്കും. ബേസിക്കലി ഒരു ക്രൂവിനെ എങ്ങനെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ അന്നത്തെ കാലത്ത് തൊട്ടാ, ഇന്നത്തെ കാലത്ത് പറയേ വേണ്ട, അന്നത്തെ കാലത്ത് തൊട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഫാദറൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഡിസ്കസ് ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു എൻ്റെ ഫാദറിൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് പേര്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇവിടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറൊന്നും ഇല്ല. ഇവിടെ പ്രൊഡക്ഷൻ കൺട്രോളറില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഡയറക്ടർ നോക്കണം. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ നമ്മളെ വീട്ടിൽ വന്ന് കൃഷ്ണമണി വെളുപ്പാങ്കാലത്ത് വന്ന് പൊക്കി എടുത്ത് അവൻ്റെ ലഗേജിന്റെ കൂട്ടത്തിൽ നമ്മളെ കൂടെ എടുത്തിടും. എന്നിട്ട് ഈ പോയിട്ട് നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലും. ക്യാമറമാൻ പറഞ്ഞ അവരെ വിളിക്കും. എന്നിട്ട് ഇവരെല്ലാം തിരിച്ചുകൊണ്ട് എത്തിക്കണം. അതിന്റെ കാര്യങ്ങളും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറമാൻ വീട്ടിൽ പോയിട്ട് ഈ ഇതിലേക്ക് ഹാർഡ് ഡിസ്കിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് ഹാർഡ് ഡിസ്കിൽ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് തിരിച്ച് വന്നിട്ടാണ് കിടന്നുറങ്ങുക. ഉറക്കം പോലും ഇല്ല ശരിക്കും. ഒരുപാട് എനിക്ക് തന്നെ സിനിമയ്ക്ക് മുന്നേ പുള്ളി എല്ലാം ഇമാജിൻ ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഇതും കൂടെ ചെയ്ത് അത് കാരണം ഈ ചെയ്ത വിഷ്വലിന് അന്ന് തന്നെ അദ്ദേഹം തന്നെ സിസ്റ്റത്തിലാക്കുന്നുണ്ട്. അപ്പൊ അത്രയും ചില ദിവസങ്ങൾ 8-9 മണി വരെ ഷൂട്ട് പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ക്യാമറ മാമിന്റെ വീട്ടിൽ പോവുക, അവിടെ പോയിരുന്ന് കോപ്പി ചെയ്യാൻ തന്നെ ഒരു മണിക്കൂറോളം എടുക്കും ചില സമയങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് അവന്റെ വീട്ടിലെ സിറ്റിയിലോട്ട് വരും. കുറച്ച് ഉള്ളിലോട്ടാണ് അതിന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യും. എന്നിട്ടായിരിക്കും വന്ന് കിടക്കുന്നത് തന്നെ. അപ്പൊ ആഹാരം ചില സമയങ്ങൾ ആഹാരം പോലും കഴിക്കുന്നുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും പറയില്ല, ഞാൻ കഴിച്ചു മതി, അങ്ങനെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതിന്റെ ഒരു എഫേർട്ട് അവൻ ചെയ്തിരിക്കുന്നതിന്റെ ഒരു സംഭവം അറിയണം, ആൾക്കാർ അറിയണം. അതാണ് ആ ഒരു സംഭവം. ഇത് കേൾക്കുമ്പോൾ നമ്മളിപ്പോ കേൾക്കുന്ന പല ആൾക്കാരും ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അവരൊക്കെ വിചാരിക്കും ഞങ്ങളും ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡ്യൂറേഷനിൽ ചെയ്യുന്ന പോലല്ല, ഒരു ഫുൾ ലെങ്ത് മൂവിക്ക് വേണ്ടി 1.5 വർഷം ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കും.
മനസ്സിലായി. ഇപ്പൊ ഒരു മാസക്കാലം, ഒരു 1.5 മാസക്കാലം, 2 മാസക്കാലം ഒക്കെ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ രാവിലെ തൊട്ട് വെളുപ്പിനെ വരച്ചത്. ഇത് തന്നെ അവന് ഒരു 1.5 വർഷം വർഷം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞാല് സമ്മതിക്കാൻ ഭയങ്കര ഒരു കാലിബറാണ്. സാർ ഇപ്പോൾ ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുകയായിരുന്നു, ഇപ്പൊ ഈ സിനിമ നമ്മളൊരു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എന്ത് പറയും? ട്രിപ്പിൾ ഡെക്കർ. സിനിമയുടെ പേരല്ല. അതല്ല, ശരിക്കും അതാണ് അതല്ല, ഈ അതാണ് സിനിമ ഒറ്റ അതാണ് അതിന്റെ വാക്കിലാണ് ഒതുങ്ങിയത്. ഉത്തരം. അത് ഞാൻ ആദ്യം അഖിലിനോട് പറയുമായിരുന്നേ, സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ആ പേര് വന്നതെന്നുള്ളത്, അവസാനം വരെ കണ്ടാൽ മനസ്സിലാവും. അതെ. പക്ഷെ അതല്ലാണ്ട് ഒരു വാക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദിസ് ഇസ് അവർ മൂവി എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും? ഞാൻ പറയും കൃഷ്ണനുണ്ണി എന്ന് പറയും. കൃഷ്ണനുണ്ണി മംഗലത്ത്. അതെ, കൃഷ്ണനുണ്ണി മംഗലത്തിന്റെ വിഷ്ണാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ്. ട്രിപ്പിൾ ഡെക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ഡെക്കർ നമുക്കറിയാം. ട്രിപ്പിൾ ഡെക്കർ അതിന്റെ മേളിൽ ഒരു നിലയും കൂടെ. അപ്പൊ നമ്മൾ വിചാരിക്കും 4 വീലിലാണ് ഓടുന്നത്. അല്ല, കൃഷ്ണനുണ്ണിയുടെ തലയിൽ വെച്ചോണ്ട് നമ്മൾ ഓടിയതാണ് ഈ ട്രിപ്പിൾ ഡെക്കർ മൂവി. അറിയാൻ പറ്റും, കാരണം ഇല്ല നമ്മളെല്ലാം അതിലിരുന്ന് അവൻ തലയിൽ വെച്ചോണ്ട് വണ്ടി ഓടിക്കാതെ ഓടിച്ചെന്ന് പോകും. അവൻ സ്വന്തമായിട്ട് ഓടി. അതാണ് നമുക്ക് അതിലെ പറഞ്ഞ് നിൽക്കാൻ പറ്റത്തുള്ളൂ. അവനല്ലേ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു വാക്കുകളിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ അവനെ നമുക്ക് നായകനാക്കിയത് കൊണ്ടുള്ള ഒരു സംഭവം അല്ല. ഞാനും ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ക്യാമറാമാനും പല ആൾക്കാരും പലരും ചെയ്യുന്നുണ്ട്. അപ്പം അറിയാം, അവർക്കറിയാം അവയെ എങ്ങനെയാണ് ഇത് എടുത്തിട്ടുള്ളത്, എന്തായിരിക്കും ചെയ്തിട്ടുള്ളതെന്ന്. എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതാണ് അവരൊരു നന്മയും ഉള്ളത് കൊണ്ട്. പിന്നെ അതുകൊണ്ട് എല്ലാം സഹകരിച്ചു കേട്ടോ. എല്ലാ ടെക്നീഷ്യൻസും, എല്ലാ ആർട്ടിസ്റ്റുകളും, എല്ലാ എവരി സ്പിയർ ഓഫ് ലൈഫിൽ നിന്ന് വരുന്നവരും അവനോട് അവന്റെ ആ വർക്ക് കണ്ടിട്ട്, അവന്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് നമ്മൾ എല്ലാവർക്കും നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സ് ഒന്നും പറയാൻ പറ്റും. അത് നമുക്ക് തന്നെ ഒന്നും പറയാൻ പറ്റില്ലെന്നല്ല. നമ്മള് ഇതിന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ കുറ്റബോധമായി. അതെ, കുറ്റബോധം അങ്ങനെ ആയിപ്പോയി. എൻ്റെ കൂടെ വെറും 10 ദിവസമാണ് ചോദിച്ചത്. ഞാൻ ഈ 20, 21, 22 ദിവസം ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളതൊക്കെ വിട്ടു മറന്നു. അത്രയ്ക്കും നല്ല ഒരു ടീം വർക്കായിരുന്നു കേട്ടോ. പറഞ്ഞു അദ്ദേഹത്തെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവാം. തീർച്ചയായിട്ടും അവനെ കാണണം. അവൻ എന്തായാലും എല്ലാവരും അവനെ കാണണം. ഏതെങ്കിലും ഒരു വീഡിയോയില് ഇതൊക്കെ നമ്മള് പിന്നാമ്പുറ കഥകളാണ്. പക്ഷെ ഇത് ഒരു പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല. ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും സ്ക്രീനിൽ കാണത്തില്ല. വളരെ ജെന്യുവൻ ആയിട്ട് നമ്മളൊരു സിനിമ കാണുന്ന അതേ ഈ ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ വളരെ രസകരമായി ഡാർക്ക് ഹ്യൂമർ അതിൻ്റെ അറ്റ്മോസ്റ്റ് ആയിട്ട് പോയി. അതിൻ്റെ അകത്ത് ത്രില്ലർ ഉണ്ട്, വയലൻസ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഡാർക്ക് ഹ്യൂമർ ഉണ്ട്, എല്ലാ തരത്തിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. വളരെ രസകരമായി ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം എന്താ പറയുന്ന ഒരു പുകമറയിൽ മറച്ചുകൊണ്ട് അവൻ അത് കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട്. അടുത്തത് അത് ചോദിക്കാൻ വരുവായിരുന്നു. ഇപ്പൊ ഒരു ഓഡിയൻസ് ഇത് കാണുമ്പോൾ എന്താണ് അതിൽ നിന്നൊരു നമ്മൾ പറയത്തില്ലേ 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഓഡിയൻസ് മനോരമ മാക്സ് കണ്ടിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് എന്ത് ഫീൽ ചെയ്യണമെന്നാണ് ആസ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത്? എപ്പോഴും 2 മണിക്കൂർ വെർത്ത് ആയിരിക്കണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ. എപ്പോഴും അങ്ങനെയല്ല. എല്ലാ സിനിമ കണ്ടാലും 2 മണിക്കൂർ വെർത്ത് ആയിരിക്കണം. അത് സമയം ചവറ സിനിമയാണെന്നുള്ള രീതിയിലല്ല കാണുന്നവര് മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങുമ്പോ ഒരു ചിരി ഉണ്ടാവും മനസ്സിൽ. ഒരു ഇത് കൊള്ളാലോ എന്നൊരു ചിരി ഉണ്ടാവില്ല. ആ ചിരി ഉറപ്പായിട്ടും ഈ പടം കാണുമ്പോൾ ഉണ്ടാവും. എല്ലാ പ്രേക്ഷകർക്കും കണ്ടിറങ്ങുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ നമ്മുടെ പടം കണ്ടിറങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞൊരു ചിരി ഉണ്ടാവും. നമ്മൾ ഇത്ര ദിവസം കൊള്ളാലോ എന്ന ഒരു ചിരി ഉണ്ടാവും. ആ ചിരിയാണ് ഇതിന് വിജയം. സത്യം അങ്ങനെ തീർച്ചയായും അത് തന്നെ പറയുന്നത്. ഇപ്പൊ ഇത്രയും നമ്മള് ഇത്ര ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. സാറിന് ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ചേംബർ മൂവി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെയൊന്നും ഇതിപ്പോ ഫുൾ ലെങ്ത് മൂവി പോലെ വളരെ രസം. ബോണക്കാടൊക്കെ ഷോട്ടുകളൊക്കെ എന്ത് രസമാണെന്നറിയാം. ഈ ഏരിയൽ ഷോട്ടുകൾ വളർത്തി പോകുന്ന ഷോട്ടൊക്കെ ഭയങ്കര രസമാണ്. വലിയ സ്ക്രീനിൽ കാണുമ്പോഴേ ഭയങ്കര രസമാണ്. അപ്പൊ ആ ഷോട്ടുകളും എല്ലാം മിക്സ് ചെയ്ത് ഈ ഒരു എന്താണ് കൺസ്ട്രെയിൻറ്റില് ഒരു ബ്യൂട്ടിഫുൾ മൂവി. അത് കൃഷ്ണ പൂജപ്പുര സാറിന്റെ എക്സലന്റ് സ്ക്രിപ്റ്റിംഗില് ആ ഹ്യൂമർ, അതെ ഇപ്പോൾ ജെൻസി മോഡൽ ഡാർക്ക് ഹ്യൂമർ ഭയങ്കര കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ലപോലെ ഫൈറ്റ് സീൻസ് ആണെങ്കിലും അതേപോലെ വയലൻസ് ആണെങ്കിലും അതുപോലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ത്രില്ലർ എല്ലാം ഗംഭീരമായിട്ട്, അതായത് ഗിവൺ ഹിസ് കൺസ്ട്രെയിൻസ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ പൂജപ്പുര സാറിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഇപ്പോഴത്തെ ഓഡിയൻസ് വിചാരിക്കും ഇപ്പൊ ഇവർ വിവാഹിതരായാലും അങ്ങനത്തെ ഉള്ള പടങ്ങൾ ആ ഒരു പാറ്റേൺ ആണ് വിചാരിക്കുന്നത്. അങ്ങനെ കാണാതെ പോകുന്നവർ ഇത് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. അതെ അതെ. പക്ഷെ അല്ല, അങ്ങനെ ആ പാറ്റേൺ വിചാരിച്ചിട്ട് പുള്ളിയുടെ സിനിമയല്ലേ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നവർ ജഡ്ജ് ചെയ്ത് പോകരുത്. പ്ലീസ് ഡു വാച്ച് ദ മൂവി. ഇത് വാച്ച് ചെയ്യപ്പെടണം. അപ്പോഴേ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നറിയാൻ പറ്റുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് പരിപാടി. അതെ അതെ അതെ. അതില് കൃഷ്ണനുണ്ണിയുടെ ഒരു കയ്യൊപ്പും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും എഗൈൻ ക്വസ്റ്റൻ അടുത്ത ഡയറക്ടറോട് ചോദിക്കേണ്ടത് എങ്കിൽ കൂടി ചോദിക്കും സീക്വൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഓ അതെനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളി ആക്ച്വലി സി വാട്ട്സ് എ പോയിന്റ് അല്ലെ, ചുമ്മാ നമ്മൾ വലിച്ച പുള്ളിക്ക് ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് പോകണമെന്നാണ്. ചോദിക്കാൻ കാര്യം ക്യാരക്ടേഴ്സിന്റെ എല്ലാം ഒരു ഡെപ്ത് കൊണ്ട് ചോദിച്ചതാണ്. എന്തെങ്കിലും റീസൺ അഗൈൻ അതിന് വേറെ ഒരു അത് ശരിക്കും ഒരു വ്യക്തി ഒരു ചെറിയ പടം കൊണ്ട് ഒരു 1.5-2 കൊല്ലം സഞ്ചരിക്കുക, അതിനുവേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഹിസ് വിഷൻ ഇസ് നെക്സ്റ്റ് ലെവലിലോട്ട്. ഈ ഒരു അവന്റെ ഔട്ട്പുട്ടും അവന്റെ എഫേർട്ടും അവന്റെ സ്കില്ലും കണ്ടിട്ട് വാട്ട് നെക്സ്റ്റ് ബിഗ് തിങ് ദാറ്റ് ക്യാൻ കം ഔട്ട് എന്നുള്ളതാണ് പുള്ളിയുടെ കാഴ്ചപ്പാട്. കൃഷ്ണനുണ്ണിയുടെ ഒരു പടമായിരിക്കും ചെയ്യുന്നത് ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കൃഷ്ണനുണ്ണി അടുത്തൊരു മൂവി തന്നെയാണ്. Sarcasm movie ചെയ്യുന്നുള്ള- അതെ തീർച്ചയായിട്ടും മേ ബി എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട്. അതെ തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് നിങ്ങളോടെല്ലാം സംസാരിക്കാൻ പറ്റി. ഈ ഒരു നമ്മുടെ ഈ ഫ്ലോറിലിരുന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. നേരത്തെ എല്ലാവരും നിങ്ങളുടെ ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ പോലെ ഈ മൂവി എല്ലാവരും കാണട്ടെ, അഭിപ്രായം പറയട്ടെ, ഈ ടാലൻ്റ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യട്ടെ. ടെക്നിക്കലി ആയാലും ആക്ടിങ്ങിൻ്റെ ആയാലും എല്ലാവരും അറിയട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു സിനിമ ആവട്ടെ. പേഴ്സണലി ഞാൻ കണ്ട സ്ഥിതിക്ക് എനിക്ക് തീർച്ചയായിട്ടും പറയാമെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. എല്ലാവരും തന്നെ ഈ ഒരു സിനിമ കാണുക. മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ. ആമസോൺ പ്രൈം വഴി മനോരമ മാക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം കാണുക, അഭിപ്രായങ്ങളൊക്കെ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ വിമർശനങ്ങളും നല്ല വാക്കുകളും എല്ലാം ഉണ്ടാവട്ടെ. നല്ല സിനിമകൾ ഇനിയും വരട്ടെ, ടാലൻസ് ഇനിയും വരട്ടെ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ദേർ.